നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ NM വിജയൻ, ദിവ്യാംഗനായ മകൻ ജിജേഷ് എന്നിവരുടെ ആത്മഹത്യ കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇരുവരുടെയും ആത്മഹത്യയ്ക്ക് കാരണമെന്ന ആരോപണവുമായി BJPയും CPMും ഇതിനോടകം രംഗത്തെത്തിക്കഴിഞ്ഞു. സംശയനിഴലിൽ നിൽക്കുന്നത് MLAയും മുൻ DCC പ്രസിഡന്റുമായ IC ബാലകൃഷ്ണനാണ്. ഇപ്പോൾ വിവാദമുണ്ടായ അർബൻ ബാങ്ക്, പുൽപ്പള്ളി, ബ്രഹ്മഗിരി, സാബുവിനെ കൊന്ന കട്ടപ്പന സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് സ്പോൺസേഡ് മരണങ്ങൾ അരങ്ങേറിയ കരുവന്നൂർ, തെന്നല ബാങ്ക്, കണ്ടല സഹകരണ ബാങ്ക്, മുണ്ടേല, അങ്ങനെ നിസ്സഹായരായ മനുഷ്യരെ മരണത്തിലേക്കും പ്രതിസന്ധിയിലേക്കും എറിഞ്ഞുകൊടുക്കുന്ന നരാധമന്മാരുടെ വിളനിലമായി കേരളത്തിലെ സഹകരണ മേഖല മാറുകയാണ്. വയനാട്ടിലെ വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് IC ബാലകൃഷ്ണനും KPCCയുമാണോ ഉത്തരവാദികൾ? ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി K. സോമൻ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദ്, അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രമോദ് എന്നിവരാണ്. ആദ്യം BJP പ്രതിനിധി അഡ്വക്കേറ്റ് K. സോമനിലേക്കാണ് പോകുന്നത്. ശ്രീ സോമൻ, നമുക്കറിയാം 2-3 ദിവസമായി വലിയ തോതിൽ വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വയനാട് DCC ട്രഷററായിരുന്ന വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരു ആത്മഹത്യയും ഒരു കൊലപാതകവുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിയായി അദ്ദേഹത്തിൻ്റെ കുടുംബം ചൂണ്ടിക്കാട്ടുന്നത് അവിടുത്തെ മുൻ DCC പ്രസിഡന്റായിരുന്ന ഇപ്പോൾ MLA ആയ IC ബാലകൃഷ്ണൻ്റെ നേർക്കാണ്. കോൺഗ്രസ് ഭരണമുള്ള സഹകരണ ബാങ്കുകളിൽ പലർക്കായി ജോലി വാഗ്ദാനം ചെയ്യുകയും IC ബാലകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം പലരും വിജയന് പണം കൈമാറുകയും ചെയ്തു. ഒടുവിൽ ജോലിയും ലഭിക്കുന്നില്ല, പണവും തിരികെ കൊടുക്കുന്നുമില്ല. അങ്ങേയറ്റം വിഷമാവസ്ഥയിലായ വിജയൻ മകനോടൊപ്പം, ദിവ്യാംഗനായ മകനോടൊപ്പം ജീവനൊടുക്കി എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. എങ്ങനെയാണ് ഈ സംഭവത്തെ കാണേണ്ടത്? നിലമ, ഈ സംഭവത്തിൽ കോൺഗ്രസിൻ്റെ സഹകരണ മേഖലയിലെ അഴിമതി വയനാട് ജില്ലയിൽ വ്യാപകമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഇവിടെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വയനാട് ജില്ലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി IC ബാലകൃഷ്ണൻ്റെ കൈകളിലേക്കും പണം എത്തിയെന്നാണ് KPCC പ്രസിഡന്റിന് ഈ ആത്മഹത്യ ചെയ്ത ജില്ലാ ട്രഷറർ നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ പരാതിയിൽ ഒരു നടപടിയും KPCC പ്രസിഡന്റ് സ്വീകരിച്ചില്ല. ഉദ്യോഗാർത്ഥികൾക്ക് പണം മടക്കി നൽകേണ്ട സാഹചര്യം വരുന്ന സന്ദർഭത്തിൽ നിസ്സഹായനായി സഹായിക്കാൻ പാർട്ടിയുടെ നേതാക്കന്മാര് ഒരു തരത്തിലും തയ്യാറാകാത്ത സന്ദർഭത്തിലാണ് ഈ മനുഷ്യൻ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത്. ഇത് വയനാട്ടിലെ കോൺഗ്രസിൻ്റെ വികൃതമായ മുഖമാണ് പുറത്തു വരുന്നത്. അഴിമതി എന്നുള്ളത് കോൺഗ്രസിൻ്റെ കൂടപ്പിറപ്പാണ്. അവർക്ക് അഴിമതിയില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം നഷ്ടപ്പെട്ട് കേന്ദ്രത്തിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങളിലും സഹകരണ സംഘങ്ങളിലും അവർക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ അവർ അഴിമതി നടത്താൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നതിൻ്റെ ഏറെ ഉദാഹരണം വയനാട് ജില്ലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വയനാട്ടിലെ ഇവരുടെ KPCCയുടെ ഒരു നേതാവ് ദിവസങ്ങളോളം ജയിലിൽ കിടന്നത് നാം കണ്ടതാണ്. അത് അഴിമതിയുടെ പേരിലാണ്. അത് മറ്റാരുമല്ല, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന KK ഇബ്രഹാമാണ്. ഒരു ജില്ലാ നേതാവ് മാത്രമല്ല, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും ശ്രീ അതെ, KPCCയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് മേധാവിത്വമുള്ള സഹകരണ സംഘത്തിൽ, പുൽപ്പള്ളി സഹകരണ സംഘത്തിൽ
സഹകാരികൾ അറിയാതെ ലക്ഷക്കണക്കിന് രൂപ വായ്പ എഴുതിയെടുത്തു. അവിടെ ഒരു പാവപ്പെട്ട കർഷകൻ, രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കർഷകന് ജപ്തി നോട്ടീസ് വരുന്ന സന്ദർഭത്തിലാണ് ഈ അഴിമതി പുറത്തു വരുന്നത്. ആ രാമചന്ദ്രൻ മാനാഭിമാനമുള്ളയാളെന്ന നിലയിൽ ആത്മഹത്യയിൽ അഭയം തേടി. അങ്ങനെയാണ് ആ അഴിമതി കഥ പുറത്തു വരുന്നത്. അപ്പോൾ DCCയുടെ ട്രഷററായാലും MLA ആയാലും KPCCയുടെ ജനറൽ സെക്രട്ടറി ആയാലും വയനാട് ജില്ലയിലും കേരളത്തിൽ വ്യാപകമായും അഴിമതി നടത്തുന്ന കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്താത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അഴിമതി നടക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ആ അഴിമതിക്കാർ സംരക്ഷിക്കപ്പെടുന്ന ഒരു സമീപനം സംസ്ഥാന സഹകരണ വകുപ്പ് അത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി CPMന്റെ കയ്യിലാണ്. CPM ഭരിക്കുന്ന സന്ദർഭത്തിലും കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ അഴിമതി നടന്നാൽ ആ അഴിമതിക്കാർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതിന് ഏറെ തെളിവുകൾ നമുക്ക് പറയാൻ സാധിക്കും. കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് അവർ സഹകരണ മേഖല അധികാരം കൈയാളുമ്പോൾ CPM അഴിമതി നടത്തിയാൽ ആ CPMകാരും സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഏറെ ഉദാഹരണങ്ങൾ നമുക്ക് ഈ സംസ്ഥാനത്ത് സഹകരണ മേഖല പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നാം കാണേണ്ട ഒരു കാര്യം, പാവപ്പെട്ടവന്റെ കൺമുമ്പിൽ ഞാൻ അങ്ങയിലേക്ക് എത്താം. ഓക്കെ, തുടർന്നോളൂ ശ്രീ സോമൻ, അങ്ങേക്ക് തുടരാം. ആ താല്പര്യമനുസരിച്ച് വരുന്ന ഭരണസമിതി ഈ നിക്ഷേപകരെ കബളിപ്പിക്കുകയാണ്, ഈ നിക്ഷേപകരെ വേട്ടയാടുകയാണ്, അവരെ വഞ്ചിക്കുകയാണ്. ആ സഹകാരികളുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ കൺമുമ്പിൽ കാണുന്ന സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്ന പണം കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് CPMും കോൺഗ്രസും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ വ്യാപകമാണ്. ഇത് വലിയ അഴിമതിയാണ്. ഈ അഴിമതി നടത്തുന്ന സഹകരണ സംഘങ്ങളിലെ ഭരണാധികാരികൾ, ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി ആവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, ഈ സംസ്ഥാനത്ത് ശിക്ഷിക്കപ്പെടുന്നില്ല. അവരുടെ സ്വത്ത് കണ്ടുകെട്ടപ്പെടുന്നില്ല. അവർ അഴിക്കുള്ളിൽ അടയ്ക്കപ്പെടുന്നില്ല. ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് പാവങ്ങളുടെ അധ്വാനത്തിൻ്റെ അംശമായി അവർ നാളെയുടെ ജീവിതം കെട്ടിപ്പൊക്കാൻ നിക്ഷേപിക്കുന്ന പണം അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ജീവൻ സംരക്ഷിക്കാനുള്ള ചികിത്സയ്ക്ക് പോലും കിട്ടാത്ത ഒരു ഗതികേടിലേക്ക് സംസ്ഥാനത്തെ സഹകരണ മേഖലയെ കോൺഗ്രസും CPMും കൊണ്ടെത്തിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു സങ്കടകരമായ സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വയനാട്ടിൽ DCCയുടെ ട്രഷറർ തന്നെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. ഒന്നുകൂടി ഞാൻ ചേർത്ത് പറഞ്ഞുകൊണ്ട് ഈ ആദ്യഘട്ടത്തിലെ എൻ്റെ വിശദീകരണം ഞാൻ അവസാനിപ്പിക്കാം. ലോക്സഭയ്ക്ക് 2 MPമാരുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ പറയുന്നത് വയനാടിന് 2 MPമാരുണ്ടെന്നാണ്. DCCയുടെ ട്രഷറർ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചിട്ട് ഒരനുശോചന കുറിപ്പ് ഇറക്കാൻ, ആ ആത്മഹത്യയിലേക്ക് പോയ സാഹചര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ അവിടെ കോൺഗ്രസിന്റെ ഒരു MP ഇല്ല. കോൺഗ്രസിന്റെ ഒരു നേതാവിനെയും അവിടെ കാണാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ അഴിമതിക്കാരെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്താൻ തൻ്റെ ഇടമുള്ള ഒരു ഭരണവും നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളതും ഈ രംഗത്ത് കൂടുതൽ ഉത്കണ്ഠയുളവാക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ഈ ആദ്യഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, സംസ്ഥാനത്തെ LDF ആയാലും UDF ആയാലും ഈ സഹകരണ മേഖലയിലെ കൊള്ള, അവിടെ നിസ്സഹായരായ ജനങ്ങളെ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിൽ തമ്മിൽ മത്സരമാണ് യഥാർത്ഥത്തിൽ ഈ ഇരു മുന്നണികളും തമ്മിൽ. അഡ്വക്കേറ്റ് പ്രമോദിലേക്ക് പോകുകയാണ്. അഡ്വക്കേറ്റ് പ്രമോദ്, ഇപ്പോൾ IC ബാലകൃഷ്ണനെതിരെയാണ് വളരെ ഗുരുതരമായ ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പലരിൽ നിന്നും വൻ തുകയാണ് ഈ DCC ട്രഷറർ വാങ്ങിച്ചെടുത്തത്. അതിൻ്റെ ഉടമ്പടി പുറത്തു വരികയാണ്. പലരിൽ നിന്നുമായി പണം കൈപ്പറ്റിയതിൻ്റെയൊക്കെ ഉടമ്പടി പുറത്തു വരികയാണ്. മാത്രവുമല്ല KPCCക്ക് അദ്ദേഹം ഈ പണം ഈടാക്കി തരണം, IC ബാലകൃഷ്ണനിൽ നിന്നും പണം ഈടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ IC ബാലകൃഷ്ണൻ മാത്രമല്ലല്ലോ, ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഈ മരണങ്ങൾക്ക് ഉത്തരവാദിയല്ലേ? ഇതില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഈ മരിച്ച വ്യക്തി ഇതിനു മുമ്പ് ഒരു പരാതി കൊടുത്തിരിക്കുന്നു.
ഇദ്ദേഹം MLA നിർദ്ദേശപ്രകാരമാണ് ഓരോ ഈ പറയുന്ന ഉദ്യോഗം വേണമെന്നുള്ള ആഗ്രഹമുള്ള കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിരുന്നത് എന്ന് പറയുമ്പോ തന്നെ അതില് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഈ തലമുതിർന്ന നേതാവായ MLA പങ്ക് വ്യക്തമാണ്. ഇതിലെ ഒരു കാര്യം എന്താ വെച്ചാൽ സംസ്ഥാന സർക്കാർ അവരിതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് രജിസ്റ്റർ ചെയ്യണ്ടേ? അവരെന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വയനാട്ടിൽ കോൺഗ്രസിന്റെ സൊസൈറ്റി, തൃശ്ശൂര് വന്നാൽ, ഇരിഞ്ഞാലക്കുട വന്നാൽ CPM-ന്റെ, കട്ടപ്പനയിൽ പോയാൽ അതും ലെഫ്റ്റ് ഗവൺമെന്റിന്റെ, ഇവര് തമ്മിലുള്ള ഒരു എന്താ പറയാ സെറ്റിൽമെന്റുകളാണ് ഇപ്പൊ നടക്കുന്നത്. അല്ല സാധാരണക്കാരുടെ പണം അത് തിരിച്ചു കിട്ടുന്ന നടപടികൾ അതിന് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? വയനാട്ടിലെ പോലീസ് ഇതിന് നടപടി എന്തെങ്കിലും എടുത്തോ? ഇങ്ങനെ പരാതി കിട്ടിയാൽ ആളുകളുടെ പരാതി, ഇപ്പൊ ഈ പറയുന്ന ജോലി വാഗ്ദാനം ചെയ്യരുത്, അത് എല്ലാ സൊസൈറ്റിയിലും ഉണ്ട്. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. UDF ഭരിക്കുന്ന സൊസൈറ്റികളിൽ അവരുടെ ഉന്നത നേതാക്കളുടെ ബന്ധുക്കൾക്കായിരിക്കും കൂടുതൽ സ്ഥാനം. LDF ഭരിക്കുന്നവിടെ അത്. ഞാൻ ഇനി ഇതിലൊരു കാര്യം കൂടി പറയാം. ഈ രണ്ടും വിട്ടിട്ട് ഇപ്പൊ BJP-യുടെ അദ്ദേഹമാണ് സംസാരിച്ച്, ഞാൻ ആദ്യപടി എന്നുള്ള നിലയ്ക്ക് അതൊന്ന് പറഞ്ഞു നിർത്തുന്നു. ഈ പറയുന്ന കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഈ അഴിമതികൾ പുറത്തു വന്നപ്പോൾ ഇപ്പൊ പുതിയതായിട്ട് തഴച്ചു വളരുന്ന ഒരു സാധനമുണ്ട്, മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. അതിലും ഈ പറയുന്ന പോലെ വെട്ടിപ്പുകൾ വരുന്ന ആളുകളിൽ പുറത്തു വരും. അപ്പൊ ഇതില് ആദ്യത്തെ കാര്യം എന്താ? ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനം കൺട്രോൾ ചെയ്യുന്ന ഒഫീഷ്യൽസ് ഉണ്ട്, അവരെന്തുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കുന്നില്ല? എല്ലാ വർഷവും ഓഡിറ്റും ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുന്നതാണ്. അവിടുത്തെ അപ്പോയിന്റ്മെന്റുകൾ അത് നിയമം തെറ്റിച്ചുകൊണ്ടാണോ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഇത് പരിശോധിച്ച് ഇപ്പൊ ഭരിക്കുന്നത് ആരാ? കഴിഞ്ഞ 9 കൊല്ലമായി ഭരിക്കുന്നത് LDF ആണ്. അവർക്ക് കൃത്യമായിട്ട് ഇപ്പൊ UDF-ന്റെ ആയിക്കോട്ടെ, ഈ പറയുന്ന ബാങ്ക് UDF-ന്റെ ബാങ്കാണ് വയനാട്ടിലെ, സമ്മതിച്ചു. അവര് എന്തുകൊണ്ട് LDF-കാരിൽ നടപടി എടുക്കുന്നില്ല? കാരണം നടപടിയെടുത്താൽ അടുത്തത് വരുമ്പോഴും നടപടി എടുക്കേണ്ടി വരും, അത് LDF-ന്റെ ആയി മാറും. ഇതാണ് ഇവര് തമ്മിലുള്ള ഒരു എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ്. ഈ മരിച്ചവർക്ക് പണം നഷ്ടപ്പെട്ടവർക്കും അവർക്ക് പോയി, ഇവർക്ക് ആർക്കും ഒരു നഷ്ടം പറ്റില്ല. അപ്പൊ ഇതില് കൃത്യമായ നടപടി ആദ്യം കൈക്കൊള്ളുന്നത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കൺട്രോൾ ചെയ്യുന്ന ഈ സൊസൈറ്റികളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒഫീഷ്യൽസ് ആണ്. അവര് വായടച്ചിരിക്കും. ഇപ്പൊ ഭരണത്തിൽ ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും മേലുദ്യോഗസ്ഥരായിട്ടിരിക്കുന്നത്. അവരൊരു അക്ഷരം ഇടില്ല. കാരണം ഇതെന്താ വിഷയം? വയനാട്ടിൽ ഇതിനെ നടപടിയെടുത്താൽ കട്ടപ്പനയിൽ LDF-നെതിരെ വരും. അപ്പൊ ഇത് ജനങ്ങൾ എന്നും മണ്ടന്മാരാണ്. അപ്പൊ ഞാൻ എന്നും പറയാറുണ്ട്, കേരളം വിദ്യാഭ്യാസം കൊണ്ട് ഗംഭീരം, ഭയങ്കര ബുദ്ധിമാന്മാര് എല്ലാം ആണ്. പക്ഷെ ഇതുപോലത്തെ മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടുന്നു. കാരണം ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടാണ് ഓരോരുത്തർ പൈസ കൊടുക്കുന്നത്. ഈ ഇവിടെ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെയും ഈ തട്ടിപ്പ് വന്നാൽ എന്ത് ചെയ്യും? കോൺഗ്രസിന്റെ മെയിൻ ആളുകളല്ലേ ഈ പറയുന്ന MLA മോശക്കാരനാണ്. അദ്ദേഹം അവിടുത്തെ മെയിൻ തലമുതിർന്ന നേതാവ്, അദ്ദേഹം നോ കമന്റ്സ് ഇതുവരെ. അഡ്വക്കേറ്റ് പ്രമോദ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ LDF-ന്റെ പ്രതിനിധി ബൽദേവ് സച്ചിദാനന്ദിലേക്ക് കൂടി പോകുകയാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദ്, ഇപ്പോൾ 2 ദിവസമായി ഈ DCC ട്രഷററും അതുപോലെ മകനും മരിച്ചിട്ട് 2 ദിവസമായിരിക്കുന്നു. പോലീസ് ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഈ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ സഹകരണ മേഖലയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് നിരവധി തവണ വാർത്തകളിൽ ഇടം നേടിയതാണ്. ഈ KPCC മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന KK എബ്രഹാമിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഈ IC ബാലകൃഷ്ണൻ്റെ പേര് പലതവണ ഉയർന്നു വന്നതാണ്. പക്ഷേ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ്. ഇതിൽ വളരെ കൃത്യമായ തെളിവുകൾ IC ബാലകൃഷ്ണനെതിരെ ഉണ്ട്. ആ ഉടമ്പടി രേഖയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. KPCC-ക്ക് ഇദ്ദേഹം അയച്ച, ഈ ട്രഷറർ അയച്ച കത്തിലും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണനെതിരെ ഒരു നടപടിക്ക് പോലീസ് മുതിരാത്തത്? ഇവര് പരാതി അയച്ചെന്ന് പറയുന്നത് KPCC പ്രസിഡന്റിനാണ്, അല്ലാതെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലല്ല പരാതി കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോഴാണ് അന്വേഷിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉത്തരമേഖല DIG-ക്ക് അതിന്റെ ചാർജ് കൊടുത്തിട്ടുണ്ട്. ഉത്തരമേഖല DIG DYSP റാങ്കിലെ ഉദ്യോഗസ്ഥനെ ഈ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കാനായിട്ട് ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്.
കോൺഗ്രസിന്റെ ഈ ബാങ്കിൽ നടന്നിരിക്കുന്ന അഴിമതി നമുക്കറിയാം. ഇവിടെ ഇപ്പം നമ്മൾ കുറെ നാളുകളായിട്ട് സഹകരണ ബാങ്കുകളിലെ അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. സഹകരണ ബാങ്കുകളിൽ പല ബാങ്കുകളിലും അഴിമതി നടക്കുന്നുണ്ട്. നിക്ഷേപകർക്ക് പണം കിട്ടാതിരിക്കുന്നുണ്ട്. നിക്ഷേപകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ ബാങ്കിലുണ്ട്, ഇടതുപക്ഷത്തിന്റെ ബാങ്കിലുണ്ട്, BJPയുടെ ബാങ്കിലുണ്ട്. BJPക്ക് ബാങ്ക് കുറവായതുകൊണ്ട് അഴിമതി നടക്കുന്ന ബാങ്കുകളുടെ എണ്ണം കുറവാണ്. 7 ബാങ്കാണ് രജിസ്ട്രാർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ IC ബാലകൃഷ്ണനെതിരെ നേരത്തെ പരാതി കൊടുത്തത് അത് KPCC പ്രസിഡന്റിനാണ് നേരത്തെ വിജയൻ പരാതി കൊടുത്തത്. K സുധാകരനാണ് അദ്ദേഹം 2021 പരാതി കൊടുത്തു. ഇതുപോലെ 10 ലക്ഷം രൂപ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ബാങ്കിലെ നിയമനവുമായിട്ട് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ പറയാത്ത മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ഐസക് താമരച്ചാലി, അദ്ദേഹം സുൽത്താൻ ബത്തേരിലുള്ള പ്രവർത്തകനാണ്. ഈ ഐസക് താമരച്ചാലി പറഞ്ഞത്, ഞാൻ 17 ലക്ഷം രൂപ ഈ IC ബാലകൃഷ്ണന് കൊടുത്തിരുന്നു. 8,60,000 രൂപ തിരികെ കിട്ടി. ഇനി 8,40,000 രൂപ കിട്ടാറുണ്ട്. ഈ അഴിമതി, അപ്പൊ ഈ അഴിമതി ഒന്നും പോലീസിലോ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കോ അല്ല പരാതി കൊടുത്തത്, അവർ കോൺഗ്രസ് നേതൃത്വത്തിലാണ് പരാതി കൊടുത്തത്. ഇപ്പോൾ അന്വേഷിക്കണോ വേണ്ടായോ തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ്. ഇവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ മരണത്തിൽ ദുരൂഹത വന്നപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. പിന്നെ കോൺഗ്രസിന്റെ ബാങ്കുകളിൽ ഇടതുപക്ഷത്തിന്റെ ബാങ്കുമായിട്ട് വ്യത്യാസമുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്ക് ഞാൻ അഡ്മിറ്റ് ചെയ്യുകയാണ്, ചില ബാങ്കുകളിൽ അഴിമതി നടന്നു, ആത്മഹത്യ സംഭവിച്ചു, കാര്യങ്ങളെല്ലാം നടന്നു. പക്ഷെ ഒരു വ്യത്യാസം, കോൺഗ്രസിന്റെ ബാങ്കുകളിൽ എന്റെ ജില്ലയെ കൊല്ലം ജില്ലയിൽ പല ബാങ്കുകളിലോട്ട് നമ്മൾ ബന്ധപ്പെടുന്നതാണ്. കാര്യം എന്താ, അവിടെ ഒരു വേക്കൻസി വന്നാൽ അവർ കൊടുക്കുന്നത് ലേലം വിളിയാണ്. 25 ലക്ഷം 30 ലക്ഷമൊക്കെ വാങ്ങിച്ച് പൈസ ആര് കൊടുക്കുന്നു, അവർക്ക് ഈ ജോലി കൊടുക്കും. ഇപ്പൊ കുറച്ച് പൈസ കൊടുത്തോടെ പൈസ നഷ്ടപ്പെടും, പിന്നെ എപ്പോഴെങ്കിലും ചിലപ്പോൾ തിരികെ കൊടുക്കും. പക്ഷെ ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകളിലെ നിയമനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് തന്നെ, സജീവ പ്രവർത്തകർക്ക് ആരുടെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങിച്ചിട്ടല്ല, ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. ആരുടെ കയ്യിൽ നിന്ന് 1 പൈസ വാങ്ങിക്കാറില്ല, അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ ബാങ്കുകളിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, എന്റെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും കയ്യിൽ നിന്ന് 25 ലക്ഷം 30 ലക്ഷമൊക്കെ വാങ്ങിക്കും, 4 പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. മറ്റുള്ളവരുടെ പൈസ പലപ്പോഴുമായിട്ട് അത് തിരിച്ചു കൊടുക്കും നിയമനവുമായി ബന്ധപ്പെട്ട്. മറ്റേ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഞാൻ ന്യായീകരിക്കുകയല്ല. നമുക്കറിയാം, കരുവന്നൂരും ഈ അടുത്ത സമയത്ത് എടുക്കേണ്ട നമ്മുടെ സംഭവങ്ങളൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. അവരുടെ പണം തിരികെ കൊടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അവിടെ ആൾക്കാർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇടുക്കിയിലെ കട്ടപ്പനയിൽ നടന്നിട്ടുണ്ട്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ KP സെക്രട്ടറിയായിട്ട് ബൃഹമായിട്ട് നടന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സഹകരണ മേഖല, കേരളത്തിലെ സഹകരണ മേഖല ലോകത്തിന് തന്നെ, ഇന്ത്യയിലല്ല, ഏറ്റവും ശക്തമായ ഒരു സഹകരണ മേഖലയും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മേഖലയുമാണ്. പെട്ടെന്ന് ചെന്നാൽ ഒരു 10,000 രൂപ കിട്ടാൻ നാഷണലിസ്റ്റ് ബാങ്കിൽ നിന്ന് കിട്ടില്ല, സഹകരണ ബാങ്കിൽ നിന്ന് കിട്ടും. പക്ഷെ ആ സഹകരണ ബാങ്കുകളിൽ വളരെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും ഒരു 1-2% ഈ അഴിമതി. കാര്യം 8,000 ചില്ലാനം സഹകരണ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. ഈ അഴിമതിയായിട്ട് രജിസ്ട്രാർ കാണിച്ചിരിക്കുന്നതായിട്ട് 300 ചില്ലാനം ബാങ്കുകളാണ്. അഴിമതി അതെല്ലാം അഴിമതിയല്ല, കൃത്യമായിട്ട് ആഡിറ്റ് കൊടുക്കാത്തതോ ആഡിറ്റിനകത്ത് ചില ഒബ്ജക്ഷൻ വരുന്നതോ അതെല്ലാം കൂടെ ചേർത്താണ് ഈ 300 ചില്ലാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്ര ഉള്ളെങ്കിൽ പോലും നമ്മുടെ വെള്ള വസ്ത്രത്തിൽ ഒരല്പം കറുപ്പ് പറ്റിയാൽ എടുത്തറിയുന്നു എന്ന് പറയുന്നത് പോലെ വളരെ സുഗമമായി പോയിക്കൊണ്ടിരുന്ന കേരളത്തിലെ സഹകരണ മേഖലയിൽ വളരെ കുറച്ച് ബാങ്കുകളിൽ ഇങ്ങനെയുള്ള അഴിമതി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബലദേവ് സച്ചിദാനന്ദ്, ഇതിൽ കരുവന്നൂർ എന്ന് പറയുന്നത് ചെറിയ ബാങ്ക് അല്ല, ചെറിയ തട്ടിപ്പുമല്ല. 400 കോടിയുടെ അടുത്ത് വലിയ കൊള്ള നടന്ന സഹകരണ സ്ഥാപനമാണ് കരുവന്നൂർ ബാങ്ക് എന്നുള്ളത്. അപ്പോൾ അവിടെയും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങ് സാമാന്യവൽക്കരിച്ച് പോവുകയാണ് ഈ പ്രശ്നത്തിൽ. ഈ സഹകരണ ബാങ്ക് നിയമനമൊക്കെ പുറത്തേക്ക് വിട്ടെങ്കിൽ പോലും അവിടെ വളരെ കൃത്യമായി ഇത്തരം ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്നും വരുന്ന വിവരങ്ങൾ. അവിടെ കരുവന്നൂർ ബാങ്കിൽ ഈ ഈടെയൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഡയറക്ടർ ബോർഡിന്റെയും പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും ബോർഡ് മെമ്പർമാരെയും എല്ലാവരെയും ചേർത്ത് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. മൊത്തം പ്രതികളെയും ചേർത്ത് കേസെടുത്തിരുന്നു. ED വന്നതിനൊക്കെ പുതിയതായിട്ട് എന്താ ചെയ്തത്? അവരെ തന്നെ പ്രതിയാക്കി കേസെടുത്തു. കുറെ ദിവസം കൂടെ റിമാൻഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. കരുവന്നൂർ ബാങ്കിൽ ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പക്ഷേ പണം തട്ടിപ്പാട് ഞാൻ അംഗീകരിക്കുന്നു. അവിടുത്തെ നിക്ഷേപകരുടെ പൈസ തട്ടിച്ച് അവിടുത്തെ ബോർഡ് മെമ്പർമാര് മൂന്നാറിലോ ഇടുക്കിയിലൊക്കെ കൊണ്ട് എസ്റ്റേറ്റ് വാങ്ങിക്കുകയോ റിസോർട്ട് പണിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ബോർഡ് മെമ്പർമാർ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നടപടിയെടുത്തു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവരെ ക്രൈംബ്രാഞ്ചിന്റെ കേസെടുത്ത് അവർ റിമാൻഡിൽ കഴിഞ്ഞു. അതിനുശേഷം ED അന്വേഷിക്കാൻ വന്നു. അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ചില ബാങ്കുകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഭൂരിപക്ഷം വരുന്ന ബാങ്കുകളെ ബാധിക്കുന്നതല്ല. പക്ഷെ നമ്മൾ എടുത്തു കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ്.
ആ സംഭവങ്ങളിൽ നിന്ന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം പാവപ്പെട്ടവർ കൊണ്ടുചെന്ന് നിക്ഷേപിക്കുന്ന പൈസയാണ് സഹകരണ ബാങ്കുകളിലെ പൈസ. ആ പൈസ അവർ കൃത്യസമയം തിരിച്ചു കിട്ടണം. ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി അവരവിടെ ചെല്ലുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി ചെല്ലുന്നു. അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ചെല്ലുന്നത്. അപ്പോൾ ആ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അങ്ങേയറ്റത്തെ വിഷമം ഉണ്ടാവും. കരുവന്നൂരല്ല, ഒരു ബാങ്കിലും ഇങ്ങനെയുള്ള ധാരണ സംഭവങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. നിക്ഷേപകർക്ക് കൃത്യമായിട്ട് പലിശ സഹിതം ആ തുക തിരിച്ചു കൊടുക്കാൻ നാഷണലൈസ്ഡ് ബാങ്കുകളെ പോലെ തന്നെ സഹകരണ ബാങ്കിലെ സ്ഥാപനങ്ങളും അതിന്റെ ഭരണാധികാരികളും പരിപൂർണമായിട്ട് ബാധ്യസ്ഥരാണ്. അതിനെതിരെ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ എല്ലാവരും. ഓക്കെ, IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ചേരുകയാണ്. വസന്ത്, ഈ വയനാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഇതാദ്യമായല്ല ഈ DCC നേതൃത്വം പ്രതിപട്ടികയിൽ അകപ്പെടുന്നത്. ഈ സഹകരണ കൊള്ളയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യമായല്ല വയനാട് DCC വാർത്തകളിൽ നിറയുന്നത്. ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ മുൻ DCC പ്രസിഡന്റ്, ഇപ്പോൾ MLA IC ബാലകൃഷ്ണനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടാത്തത്? നീലിമ, നോക്കൂ, എന്ത് ഗുരുതരമായ ആരോപണമാണ് IC ബാലകൃഷ്ണനെതിരെ ഉള്ളത്. ഒന്നാമതായി, ഞങ്ങളുടെ പാർട്ടി 2019 ആ ബാങ്ക് ഭരിക്കുമ്പോ, അർബൻ കോർപ്പറേറ്റീവ് ബാങ്ക് ഭരിക്കുമ്പോ, വസന്തേ കാര്യം അറിയാത്തതുപോലെ സംസാരിക്കരുത് പ്ലീസ്. അല്ല ഞാൻ നീലിമ, സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി മടക്കിമല എന്നിവിടങ്ങളിലെ സർവീസ് ബാങ്കിലോ ആദ്യം വരുന്ന ഒഴിവിൽ നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൈസ വാങ്ങുകയാണ് IC ബാലകൃഷ്ണന്റെ പേരിൽ. അത്തരത്തിലുള്ള ഒരു ഉടമ്പടി, കരാർ രേഖ പുറത്തു വരുന്നു. KPCCക്ക് ഈ മുൻ DCC സെക്രട്ടറി, DCC ട്രഷറർ അയച്ച കത്ത് പുറത്തു വരികയാണ്. ഇത് ഗുരുതരമായ ആരോപണമല്ലേ? അല്ല നീലിമ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നോക്കൂ, ഈ അർബൻ കോർപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് 2019 ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ ഉയർന്നു വരുമ്പോൾ ശ്രീ IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരുന്ന അന്നത്തെ വയനാട് DCC ഈ വിഷയം KPCCക്ക് റെഫർ ചെയ്തു. KPCCക്ക് റെഫർ ചെയ്യുകയും KPCC ജനറൽ സെക്രട്ടറിയും DCC വൈസ് പ്രസിഡന്റും DCC സെക്രട്ടറിയും അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയെ 2019 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ചു. അവർ അന്വേഷണം നടത്തി, അവർ സിറ്റിംഗ് നടത്തി. ആ സിറ്റിംഗിൽ ഒരിടത്തും ഈ മരണപ്പെട്ട DCC ട്രഷററോ അദ്ദേഹത്തിന്റെ മകനോ മറ്റാരും യാതൊരുവിധ മൊഴിയും നൽകിയിട്ടില്ല. DCCയുടെ ഒരു മിനിറ്റ്സിലും അദ്ദേഹത്തിന്റെ പരാതിയുമില്ല. നിൽക്കട്ടെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ ചില പ്രവർത്തകർ, ആ ബാങ്കിന്റെ ബോർഡംഗങ്ങളായ ചില പ്രവർത്തകർ അഴിമതി നടത്തി എന്ന് തെളിയിക്കപ്പെട്ടു. ഞങ്ങൾക്ക് വ്യക്തമായി. അങ്ങനെ വ്യക്തമായപ്പോ ആ ബാങ്കിന്റെ അന്നത്തെ ചെയർമാൻ ഡോക്ടർ സണ്ണിയെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കി, ബാങ്ക് ഭരണസമിതിയിൽ നിന്ന് വെളിയിൽ പോകണമെന്ന് നിർദ്ദേശിച്ചു. രണ്ടാമത് ശ്രീ വിശ്വനാഥനോടും പറഞ്ഞു, നിങ്ങൾ ഈ പാർട്ടി വിട്ടു പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഈ വിശ്വനാഥൻ ആരാണെന്ന് നീലിമയ്ക്ക് അറിയാമോ? 2021 കോൺഗ്രസ് വിട്ട് IC ബാലകൃഷ്ണനെതിരെ മത്സരിച്ചിട്ടുമുണ്ട്. പറയട്ടെ, അതാണ് 2021 ഞങ്ങൾ വെളിയിലാക്കിയ, ഇതേ ബാങ്കിൽ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ വെളിയിലാക്കിയ, പോലീസിനോട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്ന അതേ വിശ്വനാഥൻ ഒരാഴ്ചക്കുള്ളിൽ CPM ആയി മാറി. അങ്ങനെ CPM ആയി മാറിയപ്പോൾ അന്നത്തെ ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ സമ്മേളനത്തിലും ഡിവൈഎഫ്ഐയുടെ വേദികളിലും ഇദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. നമ്മൾ ഈ അഴിമതിക്കാരെ ചുമക്കണ്ട എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ആ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിനെ വെളിയിലാക്കി CPM. അങ്ങനെ വെളിയിലാക്കിയെന്ന് മാത്രമല്ല, ആർക്കെതിരെയാണോ CPM സമരം ചെയ്തത്, ഏത് അഴിമതിക്കെതിരെയാണോ CPM സമരം ചെയ്തത്, ആ അഴിമതിക്കാരനെ കോൺഗ്രസ് വെളിയിലാക്കിയപ്പോ ഞങ്ങൾ വെളിയിലേക്ക് എടുത്തെറിഞ്ഞ മാലിന്യത്തെ കൊണ്ടുപോയി നിയമസഭയിൽ മത്സരിപ്പിച്ചു IC ബാലകൃഷ്ണനെതിരെ. അപ്പൊ എന്ത് ധാർമ്മികതയാണ് ഇവർക്കിപ്പോൾ ഇത് പറയാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ. 2, അത് ഞങ്ങളുടെ ഡിഫൻസ് അല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിജയേട്ടനാണ്. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ PP ദിവ്യയുടെ കേസിലെ പോലെ AKG സെന്ററിന്റെ അടുക്കള പുറത്തു പോയി ഒളിവിലിരിപ്പില്ലല്ലോ IC ബാലകൃഷ്ണൻ. ഉണ്ടോ? IC ബാലകൃഷ്ണൻ ഇന്നലെയും ഇന്നും മാധ്യമങ്ങളെ കണ്ടു. ഇന്ന് വയനാട് SPക്ക് പരാതി നൽകി ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ വേണം. ഈ സർക്കാരിന് ആർജവും ഉണ്ടെങ്കിൽ, ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു പ്രതിപക്ഷ MLA ക്കെതിരെ കിട്ടിയ കേസല്ലേ, ആർജവും ഉണ്ടെങ്കിൽ CBIക്ക് റെഫർ ചെയ്യട്ടെ, എന്നിട്ട് CBI കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ.
ചോദിക്കട്ടെ, ഞങ്ങളുടെ വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണ ഏജൻസി വരുന്നതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ നേതാവിനെതിരെ നടന്ന ഗൂഢാലോചനയും അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. നോക്കൂ, നീലിമ അപ്പൊ ചോദിക്കും, ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ലേ? അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അങ്ങനെ ഒരു എഗ്രിമെന്റ് വെളിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ നീലിമ, ഞാൻ നീലിമയുടെ പേരിൽ ഇതാ നീലിമ നമുക്ക് ചില കാര്യങ്ങൾ സാധിച്ചു തരും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ബലദേവ് സച്ചിദാനന്ദനുമായി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. അദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകനാണ്, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ജൂനിയറാണ്. അദ്ദേഹം പറയട്ടെ, ശ്രീ ബലദേവ് സച്ചിദാനന്ദനോട് ഞാൻ പറയാണ്, നീലിമ ഇതാ ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു തരും, അതുകൊണ്ട് നമുക്കൊരു എഗ്രിമെന്റിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞ് ഏർപ്പെട്ടാൽ നീലിമ ലീഗലി ബൗണ്ടിങ് ആണോ? അങ്ങനെ ഒരു എഗ്രിമെന്റിൽ അല്ല. ഏറ്റവും കുറഞ്ഞത് നീലിമയോട് വിളിച്ചന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇതിലെ കൺസേൺഡ് പാർട്ടിയായ ബലദേവ് സച്ചിദാനന്ദനുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ പുറത്തു വന്നു എന്ന് പറയുന്ന എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് അതിലെ കൺസേൺഡ് പാർട്ടീസ് രണ്ടാളാണ്. ഒരാൾ മരണപ്പെട്ടു, വിജയേട്ടൻ. രണ്ടാമതുള്ള ആൾ പീറ്റർ, അദ്ദേഹം ഇന്ന് ആ എഗ്രിമെന്റിനെ ഓൺ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മാധ്യമങ്ങൾ പോയി ചോദിച്ചല്ലോ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടോ എന്ന്. അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ കരാറില്ല, ഉടമ്പടി ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഉടമ്പടി ഉണ്ടായിക്കോട്ടെ, ഉടമ്പടി ഉണ്ടാവുന്നതിൽ എന്താ തെറ്റ്? ഉടമ്പടി ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്റെ പേര് നാളെ ഒരാള് ഞാൻ അറിയാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ അതിൽ ഞാൻ എങ്ങനെ ലീഗലി ബൗണ്ടിങ് ആവും? അതിൽ അങ്ങനെ ഒരു ചോദ്യമല്ലേ? ഇങ്ങനെ ലീഗലി ബൗണ്ടിങ് അല്ല എന്നൊക്കെ എപ്പോഴാണ് നിങ്ങൾ പറയുന്നത്? IC ബാലകൃഷ്ണനും അറിയാവുന്ന വിഷയമാണല്ലോ ഇതൊക്കെ. ഈ രേഖകൾ നിങ്ങളുടെ പാർട്ടി വൃത്തങ്ങളിൽ, പാർട്ടി ഓഫീസുകളിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. KPCCക്ക് അയച്ച കത്ത്, അതുപോലെ ഈ ഉടമ്പടി, ഈ കരാർ രേഖയൊക്കെ പുറത്തു വന്നിട്ട് കുറേയധികം നാളുകളായല്ലോ. പക്ഷേ IC ബാലകൃഷ്ണൻ അത് ഡിസോൺ ചെയ്തില്ലല്ലോ, അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മരിച്ചതിന് ശേഷമല്ലേ, മരിച്ചതിന് ശേഷം മാത്രമല്ലേ ഇതിലെനിക്ക് പങ്കില്ല എന്ന് പറയുന്നത്? അതെവിടെ ന്യായം? നീലിമ, ഈ കത്ത് വെളിയിൽ വരുന്നത് ശ്രീ വിജയേട്ടന്റെ മരണത്തിന് ശേഷമാണ്, ഒരു സംശയം വേണ്ട. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ DCCയുടെ IC ബാലകൃഷ്ണൻ പ്രസിഡന്റായ സമയത്തെയും ഇപ്പോഴത്തെയും അതിനുശേഷമുള്ളതുമായി മിനിറ്റ്സ് പരിശോധിച്ചിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ ഒരിടത്ത് പോലും വിജയേട്ടൻ ഒരിക്കൽ പോലും ആരോപണം ഉന്നയിക്കപ്പെട്ടതായി കാണുന്നില്ല. എന്നാൽ മറ്റു ചില DCC ഭാരവാഹികൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ ബാങ്കിനെതിരെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് IC ബാലകൃഷ്ണനെതിരെ അല്ല, ഈ ബാങ്കിനെതിരാണ്. അങ്ങനെ ഉന്നയിക്കപ്പെട്ടതിന്റെ പുറത്താണ് ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെക്കുന്നത്, ഞങ്ങൾ കണ്ടെത്തുന്നത് അവിടെ ക്രമക്കേടുണ്ടെന്ന്, അങ്ങനെ ഞങ്ങൾ ചിലരെ പുറത്താക്കുന്നത്. ആ മാലിന്യങ്ങളെ CPM അതേപടി കോൺഗ്രസ് എന്തെങ്കിലും ശബ്ദിച്ചിട്ടാൽ അപ്പോഴേ അതെടുത്ത് നിവേദ്യമാണെന്ന് പറഞ്ഞ് കഴിക്കാനിരിക്കുന്ന രീതിയിലാണോ CPM നിലനിൽക്കുന്നത്? ആ CPM എടുക്കുന്നു, അവർ മത്സരിപ്പിക്കുന്നതിന് ശേഷമാണ്. പക്ഷെ ഒരിടത്ത് പോലും ഞങ്ങളുടെ മിനിറ്റ്സിൽ ഒരിടത്ത് പോലും ശ്രീ വിജയേട്ടൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതായി കാണുന്നില്ല. ഈ അന്വേഷണ കമ്മീഷന് മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ചെറിയൊരു സംശയം ചോദിച്ചു കൊള്ളട്ടെ. ഒരു DCCയുടെ ട്രഷറർ ഒന്നും അറിയാതെ 1,18,00,000 രൂപ അങ്ങനെ ഈ സഹകരണ ബാങ്കുകളിലൊക്കെ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റുമോ? അതൊരു നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ഒരു DCC ട്രഷറർക്ക് ഇത്ര വലിയൊരു തുകയൊക്കെ പിരിച്ചെടുക്കാൻ കഴിയുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീലിമ, തിരിച്ച് ആരാണ് പരാതിക്കാർ? എവിടെയാണ് പരാതിക്കാരുണ്ടോ? ഈ 1,18,00,000 എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്. എവിടെയാണ് ഞങ്ങളുടെ പണം? 1,18,00,000 രൂപ മേടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പേരുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പണം നൽകിയതെല്ലാം വളരെ കൃത്യമായി DCCയുടെ ജില്ലാ നേതൃത്വത്തിന് പണം നൽകുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകർ തന്നെയായിരിക്കുമല്ലോ. അവരുടെ ചില പേരുകളുണ്ട്: സിജോ ചാക്കോ, മേപ്പാടി, ഐബിൻ VC പൂമല, വിഷ്ണു KR, ജിതിൻ P. നീലിമ, ഇതെല്ലാം മാധ്യമ ഇങ്ങനെയുള്ള പേരുകൾ പുറത്തു വരുന്നുണ്ട്. 1,18,00,000 രൂപ ഇത്തരത്തിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഈ കോൺഗ്രസിന് ആഭിമുഖ്യമുള്ള കോൺഗ്രസിന്റെ ഭരണസമിതി നിലവിലുള്ള സർവീസ് സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് ഇത്ര വലിയ തുക പിരിക്കാൻ ഒരു DCC ട്രഷറർക്ക് സാധ്യമാകുമോ? ശ്രീമതി നീലിമ, പിരിക്കാൻ സാധ്യമാവില്ലെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പിരിച്ചിട്ടില്ലെന്ന് പറയാൻ. അപ്പൊ വസന്ത് പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഈ കത്ത് വ്യാജമാണ്, ഉടമ്പടി വ്യാജമാണ്. ഇനിയെങ്കിൽ ഈ DCC ട്രഷറും മകനും മരിച്ചത് കൂടി വ്യാജമാണെന്ന് പറഞ്ഞു വെക്കുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1,18,00,000 രൂപ ഒരു DCC ട്രഷറർ പിരിച്ചെങ്കിൽ അത് ഒരാളിൽ നിന്നല്ലല്ലോ. ഇപ്പൊ നീലിമ അടക്കം പറഞ്ഞ വിവിധ പേരുകളുണ്ട്. അങ്ങനെയുള്ളവരിൽ ആരെങ്കിലും ഒരാൾ പരാതിയുമായി വരണ്ടേ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോയി എന്ന് പറഞ്ഞ ഒരാൾ പോലും പരാതിക്കാരില്ല. ഇനി അല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് വസന്ത് ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ സോമൻ,
ഇത് പരാതിക്കാരില്ല എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു കൊള്ള, ഇത്രയും വലിയ ദാരുണമായ ഒരു മരണം നടന്നിട്ട് അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നീലിമ, ഇതില് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീമാൻ ബസന്തിന്റെ ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ ട്രഷററുടെ മരണം തന്നെയാണ്. ശ്രീ NM വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ മരണത്തിന്റെ മറയിൽ നിന്നുകൊണ്ടുള്ള ധൈര്യം ബസന്തിന് കൂടുതലായി കിട്ടിയിട്ടുണ്ട്. ആ ധൈര്യമാണ് ഇവിടെ ബസന്തിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഒന്ന് നോക്കൂ, ഇവിടെ KPCCക്ക് ഒരു പരാതി കൊടുത്തിരുന്നു ശ്രീ NM വിജയൻ. അത് ബസന്ത് അംഗീകരിക്കുന്നുണ്ടല്ലോ. അന്വേഷണ കമ്മീഷനെ തീരുമാനിച്ചിരുന്നു. അത് ബസന്ത് അംഗീകരിക്കുന്നുണ്ടല്ലോ. അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ ശ്രീമാൻ NM വിജയൻ മൊഴി കൊടുത്തിട്ടില്ല, മറ്റു പലരും മൊഴി കൊടുത്തതായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയുകയാണ്. ബസന്ത്, ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ മൊഴി കൊടുത്തിരുന്നു എന്ന് പറയാൻ NM വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള ധൈര്യമല്ലേ ഈ വാദം ഉന്നയിക്കാൻ നിങ്ങൾക്ക് പ്രേരണ നൽകുന്നത്? NM വിജയൻ KPCC നിശ്ചയിച്ച അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ മൊഴി കൊടുത്തിരുന്നു എന്ന് പറയാൻ ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരിപ്പില്ല. ആ ധൈര്യമാണ് നിങ്ങൾക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് പ്രേരണ നൽകുന്നത്. ഒന്ന്. രണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ DCCയുടെ ട്രഷറർ ശ്രീമാൻ NM വിജയൻ ആത്മഹത്യയിൽ അഭയം തേടിയത്? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ആരാണ് ഈ ആത്മഹത്യാ വിവരം അറിഞ്ഞുകൊണ്ട് അവിടേക്ക് ഓടിയെത്തിയത്? ആരാണ്? അവിടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്ന് വയനാട്ടിലെ മുഴുവൻ ജനതയും നിങ്ങളുടെ ചില നേതാക്കന്മാരും സംശയിക്കുന്നു. ആ ആത്മഹത്യാക്കുറിപ്പ് എവിടെ? എന്തിന്റെ പേരിലാണ് ദീർഘകാലമായി DCCയുടെ ജനറൽ സെക്രട്ടറിയായി വളരെ ദീർഘകാലമായി ആത്മാർത്ഥതയോടെ നിങ്ങളുടെ കൊടി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെ ജയിപ്പിക്കാൻ, പ്രിയങ്കയെയും രാഹുലിനെയും അടക്കം ജയിപ്പിക്കാൻ അക്ഷീണം പരിശ്രമിച്ച ഒരു മനുഷ്യൻ മനോവേദനയോടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ആത്മഹത്യയിൽ അഭയം തേടിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ബസന്ത് പറയൂ. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് നിങ്ങൾ മുക്കി. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് നിങ്ങൾ മുക്കി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം എന്താണെന്ന് അറിയാൻ ഈ നാടിന് അവസരമില്ല. ആ ധൈര്യമാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ ചോദിക്കുകയാണ്, പണം നൽകിയവരാരാണ്? പണം നൽകിയവരുടെ പട്ടിക നീലിമ പറയുമ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുകയാണ്. ഒരാൾ ഇന്ന് വന്ന് പറഞ്ഞല്ലോ, ഞാൻ കൊടുത്തത് 30 ലക്ഷമാണെന്നും എനിക്ക് ഇത്ര രൂപ കിട്ടിയെന്നും ഇനിയും ഇത്ര രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പല നേതാക്കന്മാരെയും പല സന്ദർഭങ്ങളിലും ടി സിദ്ദിഖിനെ അടക്കം കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ പറ്റിയില്ല, KPCCയുടെ പ്രസിഡന്റിനെ കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ പറ്റിയില്ല എന്ന് ഒരു മനുഷ്യൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിക്കുകയാണ് ആരാണ് പരാതിക്കാരെന്ന് ചോദിച്ചാൽ ശ്രീ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ വയനാട് ജില്ലയിലെ വലിയ നേതാവ് MLA. അദ്ദേഹത്തിന് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ നേതാക്കന്മാർക്ക് വയനാട് ജില്ലയിൽ ഈ പണം കൊടുത്തിട്ടുള്ള നിങ്ങളുടെ സഹപ്രവർത്തകന്മാർ, നിങ്ങളുടെ അനുഭാവികൾ, അവർ ശബ്ദമുണ്ടാക്കാതെ, മാധ്യമങ്ങളെ സമീപിക്കാതെ, നാടറിയാതെ ഇക്കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇവിടെ ഭരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമാണ്. നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ സർക്കാരാണല്ലോ കേരളത്തിൽ ഭരണം നടത്തുന്നത്. ശ്രീമാൻ രാഹുൽ 2 MPമാർ വയനാട്ടിലുണ്ടെന്ന് പറയുന്നല്ലോ. കോൺഗ്രസിന്റെ നേതാവ് ശ്രീമാൻ രാഹുൽ, അതേപോലെ നിങ്ങളുടെ MP പ്രിയങ്ക, അവര് ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? പിണറായി വിജയൻ നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളതും നിങ്ങളുടെ ധൈര്യമാണ്. അല്ലെങ്കിൽ IC ബാലകൃഷ്ണനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ബസന്തേ, ഞാൻ അങ്ങയോട് യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. CBIയെ കുറിച്ചുള്ള അങ്ങയുടെ മനോഭാവം മാറുന്നു. കോൺഗ്രസിന്റെ മനസ്സ് CBIയോട് ചേർന്ന് നിൽക്കുന്നതായി മാറുന്നു. അത് കഴിഞ്ഞ ദിവസം പെരിയയിൽ നിങ്ങളുടെ സഹപ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടതിൽ നിങ്ങൾക്ക് നീതി കിട്ടി എന്ന് തിരിച്ചറിവാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അങ്ങ് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുമോ?
നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, നിങ്ങളുടെ ജില്ലാ ട്രഷറർ, പഴയ ജനറൽ സെക്രട്ടറി ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത് അന്വേഷിക്കണം, കുറ്റക്കാരെ കണ്ടെത്തണം എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ സമീപിക്കുമോ? അത് ഈ നാട് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ CBI ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ചിന്ത മാറിയോ? അത് കൂട്ടിലടച്ച ചത്തയല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയോ? അത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ആയുധമല്ല എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയോ? അതുകൊണ്ട് വസന്ത, ഈ വിഷയത്തിൽ വസ്തുതകൾ എന്താണെന്ന് അറിയാൻ ഈ നാടിന് താല്പര്യമുണ്ട്. ഒരാൾ ആത്മഹത്യയിൽ അഭയം തേടുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിച്ച് ആത്മഹത്യക്ക് പോകുമ്പോൾ അടിസ്ഥാനപരമായ കാരണമുണ്ട്. അദ്ദേഹം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന സാമ്പത്തികം കൊടുക്കാൻ സാധിക്കാത്തതിലുള്ള മനോവേദന, അഭിമാനക്ഷതത്തോടെ ഈ മണ്ണിൽ ജീവിക്കുന്നതിന് പകരം ആത്മഹത്യ ചെയ്യുകയാണ്. ആ ആത്മഹത്യയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ധൈര്യം നൽകുന്നത്. ആ ആത്മഹത്യയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മറയായി മാറുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ വലിയ ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ ആളുകളാണല്ലോ കോൺഗ്രസ്. വസന്തേ, നിങ്ങളുടെ MLA ധാർമ്മികമായി ഈ വിഷയത്തെ സമീപിക്കുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ കണികയെങ്കിലും IC ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവിനുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു നിന്നുകൊണ്ട് ഇപ്പോ പ്രഖ്യാപിക്കപ്പെട്ടുള്ള അന്വേഷണത്തെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വസന്തേ, ഈ ഘട്ടത്തിൽ CBI വരുന്നതല്ലേ നല്ലത്? ഞങ്ങൾ CBI സ്വാഗതം ചെയ്തതല്ല. ഞാൻ പറഞ്ഞത് CBIയോ മൊസാദോ റോയോ ആരെ വെച്ചു അന്വേഷിപ്പിക്കണം എന്ന് പറയുന്നത് ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ്. കാരണം ആ കോൺഫിഡൻസ് ലെവലിന്റെ കാരണം അത് വളരെ കൃത്യമായി ശ്രീ സോമൻ വ്യക്തമാക്കി. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ. മരിച്ചുപോയ ആൾ എഴുന്നേറ്റ് വന്ന് മൊഴി നൽകില്ലല്ലോ IC ബാലകൃഷ്ണനെതിരെ. ആ ധൈര്യമല്ലേ? നീലിമ സോമേട്ടനൊരു അഭിഭാഷകനല്ല, പക്ഷെ നീലിമ എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. ഒരാൾ മരിച്ചാൽ അദ്ദേഹം വസന്തേ, ഈ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര നാളായി? താങ്കൾ തന്നെ പറയുന്നുണ്ട് 2019 തുടങ്ങിയ പ്രശ്നമാണ്. 2019 ഈ ഉടമ്പടി രേഖ പുറത്തു വന്നിട്ടുണ്ട്. KPCCക്ക് നൽകിയ പരാതി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഞാൻ നിഷ്കളങ്കനാണ് എന്നുണ്ടെങ്കിൽ IC ബാലകൃഷ്ണന് അന്ന് എന്തുകൊണ്ട് പോലീസിനെ സമീപിച്ചില്ല? ഇത്തരത്തിൽ ഞാൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. എന്റെ പേരിൽ ഇത്തരത്തിൽ വ്യാജമായി ഉടമ്പടി രേഖ ചമച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഞാൻ പണം വാങ്ങി എന്ന് പറയുന്നു. പോലീസിനെ സമീപിക്കാമായിരുന്നല്ലോ. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മാത്രം എന്തിനാണ് കാത്തുനിന്നത് അങ്ങനെ പോലീസിനെ കാണാൻ? ശ്രീമതി നീലിമ, അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു പോകണ്ട. IC ബാലകൃഷ്ണനെതിരെ എന്ന് പറയുന്ന ഈ ഉടമ്പടി ഉണ്ടല്ലോ, അത് പുറത്തു വരുന്നത് വിജയേട്ടന്റെ മരണശേഷമാണ്. അത് അദ്ദേഹത്തിന്റെ മരണശേഷം ഇതാ ഇന്ന് IC ബാലകൃഷ്ണൻ പരാതി നൽകിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് പ്രമോദിലേക്കാണ്. പ്രമോദ്, ഇപ്പോൾ ഇദ്ദേഹം മരിച്ചിട്ട് 2 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ ആത്മഹത്യാക്കുറിപ്പ് അവിടെ ഓടിയെത്തിയ കോൺഗ്രസ്സുകാർ തന്നെ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് CPMന്റെ ആരോപണം. ആ ആത്മഹത്യാക്കുറിപ്പ് എവിടെയെന്ന് CPM ചോദിക്കുന്നുണ്ട്. ഇതിൽ വളരെ സ്വാഭാവികമായ ഒരു ചോദ്യമല്ലേ അത്? ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണ്, ആ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെ ഓടിക്കൂടിയ ആളുകളെ, ആദ്യമായി ഈ ഡെഡ് ബോഡി കാണുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷം കഴിച്ച് കിടക്കുന്ന അവസ്ഥയിൽ കണ്ട 2 പേരെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയ ആളുകൾ, അവരെയൊന്നും ചോദ്യം ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ടോ? ഇനിമ അതില് വളരെ കൃത്യമല്ലേ. ഈ ഒരു ADMന്റെ മരണം നമ്മൾ കണ്ടു. അദ്ദേഹം മരിച്ചപ്പോഴും ഇതേ നാടകം. അതായത് ആ കയറി ചെല്ലുന്നു, ആരും അറിയുന്നില്ല, എല്ലാം ധൃതി പിടിച്ച് ചെയ്യുന്നു. അതില് ആരാണ് ഇതില് കുറ്റക്കാരെന്നുള്ളതില് LDFനെതിരെയാണ് അലിഗേഷൻ. ഇവിടെ വരുമ്പോ കോൺഗ്രസിനെതിരെയാണ് അലിഗേഷൻ. ഇവര് തമ്മിൽ കുറച്ചു നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയായിട്ടുള്ള സർക്കാസ് ആണോ എന്നുള്ളത് ജനങ്ങൾക്കറിയൂ. ഞാൻ ഇതിലൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഒരൊറ്റ ചോദ്യം. ഈ പറയുന്ന MLAക്കെതിരെ പരാതി ഉള്ളത് കൊണ്ടല്ലേ KPCC ഒരു കമ്മിറ്റി വെച്ചത്? സാധാരണഗതിയില് ഒരു ജില്ലാ കമ്മിറ്റി അല്ല, ഒരു മിനിറ്റ് സമയം തരാം. അദ്ദേഹം സംസാരിക്കട്ടെ. അത് പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് ഇടപെടാം.
അല്ല വക്കീലെ ഒരു മിനിറ്റ്, Okay. വക്കീലെ ഒരു മിനിറ്റ്. ഒരു ജില്ലയിൽ ഒരു പരാതി കിട്ടി. ആ പരാതി KPCC പ്രസിഡന്റിനും കിട്ടുന്നു. അത് KPCC എൻക്വയറി കമ്മിറ്റി വെച്ചെന്നാണല്ലോ ഇതുവരെ വക്കീൽ പറഞ്ഞിരുന്നേ. ആണെങ്കിൽ അത് ഇവിടുത്തെ MLA ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ടല്ലേ? No, no. അല്ലെങ്കിൽ ഒരു മിനിറ്റ് വക്കീലെ, ധൃതി പിടിക്കല്ലേ, ബി പേഷ്യന്റ്. സാധാരണഗതിയിൽ ഒരു ജില്ലയിലെ മെമ്പർമാർ തമ്മിലുള്ള തർക്കമാണെങ്കിൽ അത് ജില്ലയിലെ DCC തീരുമാനം എടുക്കും, കമ്മിറ്റി DCC വെക്കും. എന്തിനാണ് പിന്നെ KPCC വെച്ചത്? ഇതിലെ ഇൻവോൾവ്മെന്റ് ഒക്കെ എല്ലാവരുടെയും ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ നീലിമ മാഡം ചോദിച്ച പോലെ ഒരു ചോദ്യമുണ്ട്. ഈ ബാലകൃഷ്ണൻ സാർ ഇത്ര നാൾ എവിടെയായിരുന്നു? അദ്ദേഹത്തിന് ആദ്യമേ ഇപ്പൊ ഈ കത്തൊക്കെ പുറത്തു വന്നപ്പോ പിടിച്ചു നിൽക്കാൻ നിവർത്തിയില്ല. ADM നവീന്റെ ഇത് വന്നപ്പോ ഒരു കത്ത് വന്നില്ലേ, അതുപോലെ വന്നതാ. അപ്പൊ മത്സരങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവണേ. ഇതൊക്കെ കുറ്റകൃത്യത്തിൽ പങ്കാളിയായവർ രക്ഷപ്പെടാൻ വേണ്ടി ഓരോന്ന് തയ്യാറാക്കും. ഇത് തയ്യാറാക്കി വരുമ്പോ പാടും. നമ്മൾ വക്കീൽമാരെങ്കിലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇതിൽ വ്യക്തമാണ് ഇതിനു മുമ്പും ഇദ്ദേഹത്തിനെതിരെ പരാതി. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ ട്രഷററെ കുറിച്ച് അദ്ദേഹം 2 ടേമോ മറ്റേ ട്രഷററായിട്ട് ഇരുന്ന ആളാണെന്നാണ് പറയണേ. അപ്പൊ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയത് വയനാട്ടിലുള്ളവരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഒരു പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന ഒരാള്, പ്രത്യേകിച്ച് IC ബാലകൃഷ്ണനെ പോലെയുള്ള ഇത്രയും സീനിയർ ആളുകളൊക്കെ പറയുമ്പോൾ അദ്ദേഹം അത് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാവും. തിരിച്ച് പണം കൊടുക്കാതെ ആകുമ്പോൾ ആളുകൾ ചെല്ലുന്ന അദ്ദേഹത്തിന്റെ അടുത്താണ്. അദ്ദേഹത്തിന് ഉത്തരമില്ല. നാച്ചുറലി അദ്ദേഹം ഒരു ഈ പറഞ്ഞ പോലെ ADM നവീന്റെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഇപ്പൊ അതിലും കാണുമായിരിക്കും. പിന്നെ ഇതില് CBI അന്വേഷണം ഇതൊക്കെ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴല്ലേ വരുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ കോൺഗ്രസ്സുകാരെന്നെ പറഞ്ഞല്ലോ, പെരിയ കേസ് തീർക്കാൻ 1,30,00,000 രൂപ ചെലവാക്കിയതാണ് അത് വരാതിരിക്കാൻ CBI. അപ്പൊ നിങ്ങൾ ഈ CBI ഇപ്പൊ പറഞ്ഞ പോലെ എതിർക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ മരിച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഒരു സോളിഡ് ആയിട്ടൊരു അന്വേഷണം, പോലീസ് അന്വേഷണമെങ്കിലും വേണം എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ട്? നിങ്ങൾ അത് ചെയ്തില്ല. ഇവിടെ ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത്, വക്കീല് പറഞ്ഞു ഇപ്പോ ഇതില് KPCC മുമ്പാകെ ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ KPCCയിൽ ഒരു പരാതി ഉണ്ടല്ലോ, എന്തുകൊണ്ട് KPCCയുടെ തലപ്പത്തിരിക്കുന്നവർ മിണ്ടുന്നില്ല? ഒരു ജില്ലാ ട്രഷറർ അത്ര ചെറിയ പോസ്റ്റാണ്, ഒരു ചെറിയ ഭാരവാഹിയാണോ? അദ്ദേഹം ഈ പാർട്ടിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും അദ്ദേഹം ഇതിനെടുത്ത എഫേർട്ടും അതെങ്കിലും ഒരു മാനുഷിക പരിഗണന എടുത്ത് നിങ്ങളല്ലേ ആദ്യം വന്ന് പറയേണ്ടത്. ഈ ഒരു മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്, അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഇനി നമ്മൾ വക്കീൽമാർക്കറിയാലോ, ഇഫ് ദർ ഇസ് എ ചാൻസ് ദാറ്റ് എ ക്രൈം ഇസ് ബീൻ കമ്മിറ്റഡ് എന്ന് നമുക്ക് തോന്നിയാൽ ഏതൊരു ഇന്ത്യൻ സിറ്റിസനും സമീപിക്കാം പോലീസിനെ. എന്താ അത് അപ്പൊ ഇല്ല എന്നുണ്ടോ വക്കീലെ? ഇതിലെ ക്രൈമില് ഈ എഫക്റ്റഡ് പാർട്ടിയോ അവരുടെ വീട്ടുകാരോ വേണമെന്നില്ല. എസ്പെഷ്യലി ഇങ്ങനെ മരണങ്ങളും ഇതൊക്കെ നിങ്ങൾക്കറിയാലോ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന്. ഇനി അദ്ദേഹം പൈസ മേടിച്ചതാണെങ്കിൽ ഞാൻ ഇനി അങ്ങനെ എടുക്കൂ, മരിച്ചു പോയ ആളെ പറയാൻ പാടില്ല. ഇനി അദ്ദേഹമാണ് പൈസ മേടിച്ചെന്ന് വെക്കുക, നിങ്ങൾ ഇത്ര നാൾ എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും എടുക്കാതെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ആളുകളെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. നമ്മൾ വക്കീൽമാരാകുമ്പോൾ കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് ചിന്തിക്കുക. ഞാൻ ചോദിക്കുന്ന വക്കീലെ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഈ പറയുന്ന MLAക്കെതിരെ അലിഗേഷൻ ഒരു കൂട്ടർ പറയുന്നു, വേറൊരു കൂട്ടർ ഈ മരണത്തിലെ ദുരൂഹത പറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ MLAക്ക് അല്ലെങ്കിൽ വയനാട് DCCയോ അല്ലെങ്കിൽ കേരളത്തിന്റെ KPCCക്കോ ഇതൊരു അന്വേഷണം നടത്തി തെളിയിക്കണം എന്ന് പറഞ്ഞു വരാൻ പറ്റുന്നത്? പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ രാജിവെക്കുമെന്നുള്ള ഇതൊക്കെ പഴയ കാലത്താണ് നേതാക്കന്മാർ അവരുടെ ക്വാളിറ്റി തെളിയിക്കാൻ വേണ്ടി അത് രാജിവെച്ച് അത് ശുദ്ധി വരുത്തി തിരിച്ചു വരണ്ടേ. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഏതൊരു പാർട്ടിയിലും രാജി ആവശ്യപ്പെടാം, അത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ആളുകൾക്ക് അധികാരമുണ്ട്, അത് ചെയ്തോട്ടെ. പക്ഷെ അതൊന്നും നടക്കുന്ന സംഭവമല്ല. നമ്മൾ ഓരോ മരണങ്ങളും നമ്മൾ കാണുകയാണ്. കട്ടപ്പനയിൽ മരണം കണ്ടു, അവിടെയും കാണുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഭീഷണി പരസ്യമായിട്ട്. ഒരു നടപടി പോലും എന്താ ചെയ്യേണ്ട? അദ്ദേഹത്തിന്റെ വോയിസ് അല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പോലീസിൽ പരാതി കൊടുക്കണം. എന്റെ വോയിസ് മോർഫ് ചെയ്തിട്ടാണെന്ന് ഒരു നടപടി അവിടെ എടുത്തില്ല. നിങ്ങൾ എടുക്കൂ, തൃശ്ശൂര്
തൃശ്ശൂർ എന്താ ചെയ്തേക്കണേ? ഇവിടെ നടന്ന സംഭവങ്ങളിൽ എന്താ നടക്കുന്നത്? ഏതൊരാളെയാണ്? പിന്നെ ബൽദേവ് സാർ പറഞ്ഞൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോട്ടെ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, ഡയറക്ടർ ബോർഡിലെ ആളുകളെ അറസ്റ്റ് ചെയ്തു. എന്റെ ചോദ്യം, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോ എന്തുകൊണ്ട് സതീഷിനെയും അരവിന്ദാഷിനെയും അറസ്റ്റ് ചെയ്തില്ല? അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്വത്ത് കണ്ടുകെട്ടിയല് സതീശന്റെ അല്ലേ ഏറ്റവും കൂടുതൽ? എന്തുകൊണ്ട് അത് ചെയ്തില്ല ക്രൈംബ്രാഞ്ച്? കാരണം അതും ഇതുപോലെ വലിയ വലിയ ആളുകളുടെ വലം കൈകളാണ് അവര്. സാധാരണ ജനങ്ങളുടെ പണമാണ് പോകുന്നത്. ഇപ്പോ ബൽദേവ് സാർ ഒരു കാര്യം പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം. അതായത് ഒരു 300 ചില്ലറയാണ് ഉള്ളത്. സത്യസന്ധമായി നടക്കുന്ന ആളുകളുണ്ട്, ഇല്ലാതെ സൊസൈറ്റി ഇല്ലാതൊന്നും എനിക്കൊരു ഇതില്ല. പക്ഷെ ജനങ്ങളുടെ നഷ്ടം. കുട്ടനെല്ലൂർ ബാങ്ക്, തൃശ്ശൂര്, ഞാൻ ആദ്യം മുതലേ ഡിബേറ്റ്സ് പറയുന്ന മിണ്ടാതിരുന്നു. ഇപ്പൊ എന്താ ഉണ്ടായത്? അവിടുത്തെ പ്രസിഡന്റ്, പാർട്ടി മെമ്പറായ പ്രസിഡന്റ് റിക്സനെ പുറത്താക്കുന്നു. അടുത്ത സീനിയർ മോസ്റ്റ് ലീഡർ KP പൗൾ അയാളെ ഡീഗ്രേഡ് ചെയ്യുന്നുള്ളൂ, പുറത്താക്കുന്നില്ല. വേറൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറി ഡീഗ്രേഡ് ചെയ്തു, വർഗീസ് കണ്ടമൂർത്തി. അറിയില്ലേ ഇതിൽ ചെയ്യുന്ന? ഇനി LDF പാർട്ടിയിലാണെങ്കിൽ കോൺഗ്രസിനെക്കാളും വ്യത്യസ്തമാണ്. ജില്ലാ കമ്മിറ്റിയിൽ ഒരു മോണിറ്റർ ചെയ്യാൻ ആളുണ്ട്, അവരറിയാത്തല്ലോ. ജനങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ജനങ്ങളുടെ പൈസ തട്ടിയെടുത്തു എന്ന് മനസ്സിലായാൽ അവരെ പാർട്ടിയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് സസ്പെൻഡ് ചെയ്യുന്നത്. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബലദേവ് സച്ചിദാനന്ദൻ, ഇപ്പോൾ കട്ടപ്പനയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM ആണ്. ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ഇന്നവിടെ IC ബാലകൃഷ്ണന്റെ രാജിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രകടനമൊക്കെ നടന്നു. ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിലല്ലേ? അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയല്ലേ? IC ബാലകൃഷ്ണനെതിരെ ഇത്രയും വലിയ തെളിവുകൾ പൊതുജന മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിക്കാൻ പിണറായിയുടെ പോലീസിന് പറ്റാത്തത്? പോലീസിന് പരാതി ലഭിച്ചത് ഇതാണ്. ഇതുവരെ പോലീസിന് പരാതി ലഭിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തല്ലോ. ഒരാള് അങ്ങനെ മരിച്ചാൽ, ഈ അസ്വാഭാവിക എങ്ങനെ മരിച്ചാലും അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും. അതിൽ പ്രതിയില്ല. നാളെ ഞാൻ മരിച്ചാലും റോഡ് സൈഡ് ഞാൻ മരിച്ചു കിടന്നാൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും, അതിൽ പ്രതിയില്ല. അങ്ങനെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം അന്വേഷിച്ചിട്ട് അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ പിന്നീടാണ് പോകുന്നത്. പ്രഥമ ദൃഷ്ടിയ എടുക്കുന്നതാണ് അസ്വാഭാവിക മരണത്തിനുള്ള കേസ്. പ്രതി ഇല്ലാതെ വരുന്ന സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു മരണം കണ്ടാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട്. ഒന്ന്, വയനാട് തന്നെ പുൽപ്പള്ളിയിൽ നടന്ന മറ്റൊരു സംഭവം നമുക്കറിയാം. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. അന്ന് കോൺഗ്രസ് നേതൃത്വം KPCCയുടെ സെക്രട്ടറി ആയിരുന്നു എബ്രഹാം. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ നടപടികൾ എടുക്കാൻ തയ്യാറായില്ല. അഴിമതി ആരോപണങ്ങളെല്ലാം വന്നു. ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അതിനുശേഷമാണ് KPCC സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ റിമൂവ് ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഇപ്പൊ നിങ്ങൾ കരുവന്നൂരൊക്കെ പറഞ്ഞല്ലോ, അവരെയൊക്കെ നേരിട്ട് നടപടിയെടുത്ത് പുറത്താക്കി. പിന്നെ 2 കാര്യങ്ങൾ ഇവിടെ കോൺഗ്രസ് പ്രതി പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടുള്ളത്, 2021 തന്നെ ഈ മരണപ്പെട്ട വിജയൻ KPCC പ്രസിഡന്റിനെ കത്ത് കൊടുത്തിരുന്നു. പലർക്കും ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം പിരിച്ചുവെന്നും ആ പണം പിരിച്ചതിൽ 10 ലക്ഷം രൂപ IC ബാലകൃഷ്ണൻ നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞ് KPCC പ്രസിഡന്റ് കത്ത് കൊടുത്തിരുന്നു. വ്യക്തമായിട്ട് IC ബാലകൃഷ്ണന്റെ പേര് അതിനകത്ത് ഈ മരണപ്പെട്ട വിജയൻ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഐസക് താമരൻ, അദ്ദേഹം ഈ അടുത്ത സമയത്താണ്, അദ്ദേഹം വളരെ പെട്ടെന്നാണ് പറഞ്ഞത് 17 ലക്ഷം രൂപ ഞാൻ നേരിട്ട് കൊടുത്തു IC ബാലകൃഷ്ണന്റെ കയ്യിൽ. 8,60,000 തുക സഹിത പറയുന്നത്. അതെ, ശ്രദ്ധിക്കണേ, ഐസക് താമരച്ചാലിൽ എന്ന് പറയുന്ന ആൾ IC ബാലകൃഷ്ണന് പൈസ കൊടുത്തതായി പറയുന്നുണ്ട്, 17 ലക്ഷം രൂപ. അത് മാത്രമല്ല, കോൺഗ്രസ്സുകാരനാണ്. ആ കോൺഗ്രസ്സുകാരൻ പറയുന്നത് ഞാൻ 17 ലക്ഷം രൂപ കൊടുത്തു, 8,60,000 രൂപ തിരികെ തന്നു, ഇനി ബാക്കി 8,40,000 രൂപ കിട്ടാറുണ്ട്. അത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഈ പറയുന്നത്. ഈ ഐസക് താമരൻ എന്ന് പറഞ്ഞ CPM-കാരനും DYFI-കാരനും ഒന്നുമല്ല. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് IC ബാലകൃഷ്ണനെതിരെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് വയനാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ ട്രഷററും കോൺഗ്രസ് നേതാക്കന്മാരും തന്നെ, പുറത്തുള്ളവരല്ല. കാര്യം പൈസ വാങ്ങിച്ചിരിക്കുന്നതല്ല കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ബാങ്ക് ആയതുകൊണ്ട് അവിടെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന എന്റെ നാട്ടിലുമുള്ള സൊസൈറ്റികളിലെല്ലാം ഈ ഒരു ശീലമുണ്ട്. കൊച്ചു തുകയല്ല അവർ വാങ്ങിക്കുന്നത്, 10, 20, 30 ലക്ഷം രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത്.
തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നു. പലതിനകത്തും പലപ്പോഴും മധ്യസ്ഥ വഹിക്കേണ്ട സാഹചര്യങ്ങൾ പോലും എനിക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. കാര്യം എന്താ? പിന്നീട് അവസാനം കൊടുത്തവരെന്താ പറയുന്നത്? ഞങ്ങളുടെ പണം തിരികെ കിട്ടിയാൽ മതി. ആ പണം കാര്യം 10-20 ലക്ഷം രൂപയാണ്, അതെങ്കിലും തിരികെ കിട്ടിയാൽ മതി. അവർ കേസിലേക്ക് പോകുന്നില്ല. ഇത് കേരളത്തിൽ മൊത്തത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിക്കുന്നു. അതൊരു സ്ഥിരമൊരു ഏർപ്പാടാണ്. ഇവിടെ IC ബാലകൃഷ്ണനെതിരെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് മരണപ്പെട്ടു പോയ ജില്ലാ ട്രഷറർ 2021 KPCC പ്രസിഡന്റ് കത്ത് കൊടുത്തതായിട്ട് വ്യക്തമായ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ IC ബാലകൃഷ്ണൻ അതിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ IC ബാലകൃഷ്ണൻ തന്റെ ഇടമുണ്ടെങ്കിൽ അന്നേരം പറയണമായിരുന്നു അന്വേഷിക്കാൻ. അത് IC ബാലകൃഷ്ണന്റെ വിജയന്റെ മാറി നിൽക്കട്ടെ. ഐസക് താമരൽ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, തുക സഹിതം പറയുന്നു. 8,60,000 IC ബാലകൃഷ്ണൻ തിരിച്ചുള്ളൂ. അപ്പൊ ആരാ അഴിമതിക്കാരൻ? IC ബാലകൃഷ്ണൻ അഴിമതി കാണിച്ചെന്ന് വ്യക്തമല്ലേ അവിടെ? അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് അവിടുത്തെ MLA ആണ്. വളരെ വ്യക്തമായിട്ട് കോൺഗ്രസിന്റെയോ IC ബാലകൃഷ്ണന്റെയോ അല്ലെങ്കിൽ KPCCയുടെ മറ്റു നേതാക്കന്മാരുടെ അറിവോടുകൂടി കോടിക്കണക്കിന് രൂപ പലരുടെ കയ്യിൽ നിന്നായിട്ട് ഈ ബാങ്കുകളിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് പിരിച്ചിട്ടുണ്ട്. ആ പണം തിരികെ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിവില്ലാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും പണം കൊടുത്തവര് DCC ട്രഷറർ എന്നുള്ള നിലയിൽ വിജയനുമായി ബന്ധപ്പെട്ട് കാണും. ആ മാനസിക സംഘർഷമാണ് അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിന്റെ ഫാമിലി പ്രശ്നങ്ങളൊന്നുമല്ല, മറ്റു കുടുംബകാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അദ്ദേഹം പലരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് IC ബാലകൃഷ്ണൻ പോലുള്ള നേതാക്കന്മാർക്ക് കൊടുത്തു. പക്ഷെ തിരികെ കൊടുക്കാനും പറ്റുന്നില്ല, ജോലി നൽകാനും പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വിഷമമുണ്ടാകും. ആ വിഷമമാണ് അത് പ്രതിസന്ധി തരണം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവില്ലാതെ പോയപ്പോൾ നേതാക്കന്മാർ കൈമലർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒറ്റ മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ, ആത്മഹത്യ ചെയ്യുക. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും വയനാട് DCCക്ക് നേതൃത്വം നൽകുന്നത് മുൻ DCC പ്രസിഡന്റും ഇപ്പോഴത്തെ MLA-യുമായിട്ടിരിക്കുന്ന IC ബാലകൃഷ്ണൻ തന്നെയാണ്. അതിന് ഇരുട്ടുകൊണ്ട് വോട്ട് അടയ്ക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. വ്യക്തമായ തെളിവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, പോലീസ് അന്വേഷിച്ച് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ വിജയൻ മരിച്ചുപോയത് കൊണ്ട് അദ്ദേഹത്തിന് മൊഴി കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനു മരണപ്പെട്ടു, എന്തിനാണ് ആത്മഹത്യ ചെയ്തെന്ന് ചോദിച്ചാൽ ആ മൊഴി ഉണ്ടെങ്കിൽ മാത്രമേ IC ബാലകൃഷ്ണനെതിരെയോ മറ്റാർക്കെങ്കിലും എതിരെ അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് വേണ്ട മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ വേണം. അത് പണം കടം വാങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രം, ഞാൻ പണം കൊടുക്കാനുണ്ടെന്ന് മാത്രം ഞാൻ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്റെ പേര് നിൽക്കത്തില്ല. ഞാൻ 10 ലക്ഷം 50 ലക്ഷം കടം വാങ്ങിച്ചാൽ തിരികെ കൊടുത്തില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നയിച്ച എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകണം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കരുവന്നൂരിലും ഇതുപോലെ ആ സഹകരണ കൊള്ളക്കിരയായി ഒട്ടേറെ നിസ്സഹായ ജന്മങ്ങൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. കെ സോമൻ, അങ്ങനെ ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് LDF-ഉം UDF-ഉം കളിക്കുന്നത്. അത് വളരെ പ്രത്യക്ഷമാണ്. അതെ നീലിമ, കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വ്യക്തമാണ്. ഈ സംവാദം ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. കട്ടപ്പനയും ബത്തേരിയും തമ്മിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. കട്ടപ്പന CPM-ൻ്റേത്, ബത്തേരി കോൺഗ്രസിൻ്റേത്. ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറയട്ടെ. ഇതിൽ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ സഹകരണ മേഖലയിൽ അഴിമതിയുടെ തുടക്കത്തിൻ്റെ കാലഘട്ടത്തിൽ 2012 ആ ഒരു കാലഘട്ടത്തിൽ താമരക്കുടി സഹകരണ സംഘം, അങ്ങേക്ക് അറിയാൻ പറ്റും, ആ താമരക്കുടി സഹകരണ സംഘത്തിൽ 10-16 കോടി രൂപയുടെ ക്രമക്കേട് നടന്ന് CPM-ൻ്റെ ഭരണത്തിൽ പണം നിക്ഷേപിച്ച സഹകാരികൾക്ക് പണം നഷ്ടപ്പെട്ടു. എത്ര പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നു, എത്ര പ്രക്ഷോഭങ്ങൾ നടന്നു. അന്ന് ഐക്യജനാധിപത്യ മുന്നണി ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. CPM താമരക്കുടിയിൽ അഴിമതി നടത്തിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഫലപ്രദമായിട്ടുള്ള ഒരു നിയമ നടപടിയും സ്വീകരിക്കാൻ സാധിച്ചില്ല. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അങ്ങ് കൊല്ലം ജില്ലയിലുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീമാൻ ബാലഗോപാൽ കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് താമരക്കുടിയിലെ സഹകാരികളെ വിളിച്ചു ചേർത്ത് വലിയൊരു വാഗ്ദാനം കൊടുത്തു. ഈ സഹകരണ ബാങ്ക് പുനഃസ്ഥാപിക്കാൻ, നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടത് ഘട്ടം ഘട്ടമായി തിരിച്ചു നൽകാൻ ഞാനൊരു പാക്കേജ് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് തീയതി വരെ അങ്ങേക്കറിയാം അവിടെ നിക്ഷേപ അനുകൂല
സമീപനങ്ങൾ ഒന്നുമുണ്ടായില്ല എന്നുള്ളത് അങ്ങേക്കറിയാം. തട്ടിപ്പുകാർക്കൊപ്പം സർക്കാർ നിന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. അന്ന് നടന്ന ക്രമക്കേടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ആ ക്രമക്കേടുകാർ സംരക്ഷിക്കപ്പെടുന്നു. സഹകാരികൾ തെരുവാധാരമായി. ചില നിക്ഷേപകർ മരണമടഞ്ഞു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള പലരുമുണ്ട് അവിടെ. ആ പ്രശ്നം അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചില്ല. ഇത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ഇവർ കൊണ്ടു നടക്കുകയാണ്. ഇവിടെ അഭിഭാഷക ശരി, ഇതിന്റെ കെടുക കേൾക്കാൻ പറഞ്ഞു പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീലമ, ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഓക്കെ. ഈ സഹകരണ മേഖലയിൽ ഈ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പരിഷ്കൃതമായ പദ്ധതികളോ ഓഡിറ്റ് സംവിധാനമോ സാങ്കേതികമായിട്ടുള്ള സംവിധാനത്തിന്റെ പിൻബലമോ ഒന്നുമില്ലാത്തത് അഴിമതിക്കാർക്ക് അവസരമൊരുക്കി കൊടുക്കുകയാണ്. അഴിമതിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സംവിധാനങ്ങളാണ് കേരളത്തിന്റെ സഹകരണ മേഖലയിലുള്ളത്. ഈ സഹകരണ മേഖലയെ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരിശ്രമം കേന്ദ്ര സർക്കാർ ആരംഭിച്ചാൽ ഇവർ രണ്ടു കൂട്ടരും ചേർന്ന്, കോൺഗ്രസും CPM-ഉം ചേർന്ന്, കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി, അമിത്ഷാ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങളുമായി വരുന്ന സന്ദർഭം കൂടി നമ്മൾ ഓർക്കണം. ഓഡിറ്റ് വ്യവസ്ഥകൾ പ്രാകൃതമാണ്. അത് പരിഷ്കരിക്കാൻ, സാങ്കേതിക സംവിധാനത്തിന്റെ സഹായത്തോടെ അത് കാലാനുസൃതമാക്കാൻ, അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ തത്സമയം കണ്ടെത്താൻ, നിക്ഷേപം സംരക്ഷിക്കാൻ ഒന്നും കഴിയാത്ത ഒരു കുത്തഴിഞ്ഞ പുസ്തകത്തിന്റെ രൂപത്തിലാണ് ഒരു തരത്തിൽ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ സഹകരണ സംഘങ്ങളിലെല്ലാം നടക്കുന്നത്. അത് മറവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. അഡ്വക്കേറ്റ് വസന്ത് സിറേക്കിലേക്കാണ്. വസന്ത് സിറേക്ക്, ഈ KPCC-യുടെ ഒക്കെ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പെട്ട് ജീവൻ വെടിയേണ്ടി വരുന്ന ആദ്യത്തെ ആളല്ല ഈ പറയുന്ന വിജയൻ, വയനാട്ടിലെ വിജയൻ. നമ്മൾ നോക്കൂ, KPCC മുൻ ട്രഷറർ V പ്രതാപചന്ദ്രൻ 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് മരണമുണ്ടായി. ആ കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. KPCC-ക്കെതിരെ KPCC ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം സമ്മർദ്ദം അദ്ദേഹത്തിൽ ചെലുത്തി. അദ്ദേഹത്തിന് ഒരു തരത്തിലും നിലനിൽക്കാൻ കഴിയാതെ, ഈ KPCC-യുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണമുണ്ടായത് എന്നൊക്കെ കുടുംബം പറയുന്നുണ്ടായിരുന്നു. ഈ പ്രതാപചന്ദ്രൻ്റെ മരണത്തിന് കാരണക്കാരായ ആളുകളുടെ പേരിൽ പോലീസിൽ പരാതിയും നൽകി. പക്ഷേ K. സുധാകരൻ ഇടപെട്ടുകൊണ്ട് അങ്ങനെ പ്രതാപചന്ദ്രൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ആരും പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി. ബന്ധുക്കളെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുകയും ചെയ്തു. അതെന്തായി? ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിന്ന ആളുകൾ വളരെ കൃത്യമായി പാർട്ടിയിൽ ഉണ്ടല്ലോ. അപ്പോൾ KPCC ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നത് ആരെയും സംരക്ഷിക്കില്ല എന്നൊരു സന്ദേശം വളരെ കൃത്യമായി നൽകുന്നുണ്ട്. മറ്റൊന്നാണ് മുണ്ടേല മോഹനനും തിരുവനന്തപുരം DCC-യും തമ്മിലുള്ള തർക്കം നമുക്കറിയാം. ആ മുണ്ടേല മോഹനൻ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായില്ലേ? അപ്പോൾ KPCC അണികൾക്ക്, നേതാക്കൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ് ഇതിലൂടെ? നീലിമ അങ്ങേക്ക് ഉത്തരം പറയാം. അതിനു മുമ്പ് പ്രമോദ് വക്കീലിന്റെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അദ്ദേഹം ചോദിച്ചത് IC ബാലകൃഷ്ണനെതിരെയുള്ള പരാതിയിന്മേലല്ലേ KPCC അന്വേഷണ കമ്മീഷനെ വെച്ചത്? അല്ല. IC ബാലകൃഷ്ണനെതിരെ ഒരു പരാതി പോലും, ഒരു നെല്ലിട പരാതി പോലും ഉണ്ടായിട്ടില്ല. വിജയൻ ചേട്ടൻ അടക്കമുള്ളവർ ഉന്നയിക്കപ്പെട്ടു എന്ന് പറയുന്ന പരാതി ആ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്, ആ ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ടാണ് KPCC ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നത്. KPCC വെക്കാൻ കാരണം ജില്ലയിലെ ചാർജുള്ള KPCC-യുടെ ജനറൽ സെക്രട്ടറി ശ്രീ KE വിനയൻ അടക്കമുള്ളവരെ നിയോഗിച്ചുകൊണ്ടൊരു കമ്മിറ്റി വെക്കുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാവും. ഞങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന, ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ സണ്ണി ആവട്ടെ, CPM-ൽ പോയി മത്സരിച്ച IC ബാലകൃഷ്ണനെതിരെ മത്സരിച്ച ആൾക്കാരാവട്ടെ, ഇവരൊക്കെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ കൂടിയാണ്. അങ്ങനെയുള്ളവർ ഉൾപ്പെടുന്ന കേസുണ്ടാകുമ്പോൾ DCC വെക്കുന്ന അന്വേഷണ കമ്മീഷൻ പോരാ എന്നതുകൊണ്ടാണ് KPCC തന്നെ നേരിട്ടൊരു അന്വേഷണ കമ്മീഷനെ വെച്ചത്. ആ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ
ഉള്ള പരാതി അല്ലെങ്കിൽ ആ അന്വേഷണ കമ്മീഷൻ ഉണ്ടാവാനുള്ള കാരണം വിജയേട്ടന്റെ പരാതിയല്ല. അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളൂ. അതിനകത്താണ് ഞങ്ങൾ ക്ലാരിറ്റി വരുത്തുന്നത്. രണ്ട്, അങ്ങനെ ഒരു പരാതി ഉണ്ടായി എന്നിരിക്കട്ടെ. ഇനി വിജയേട്ടൻ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ DCCയുടെ മിനിറ്റ്സിൽ ഒരിടത്തും അദ്ദേഹത്തിന്റെ പരാതി കാണുന്നില്ല, എന്നാൽ മറ്റു പലരുടെയും പരാതി ഉണ്ടേ താനും. ആ പരാതിയിന്മേൽ ഒരിടത്തു പോലും വിജയേട്ടനോ അദ്ദേഹത്തിന്റെ മകനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഒരിക്കൽ പോലും ഈ അന്വേഷണ കമ്മീഷന് മുമ്പാകെ എത്തിയില്ല. ഇനി എത്തിയില്ല എന്നിരിക്കട്ടെ. ഇനി അതൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ മരണമുണ്ടായല്ലോ, അദ്ദേഹത്തിന്റെ കുടുംബം, വിജയേട്ടന്റെ കുടുംബം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? നിലവിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് CPM-ന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി റഫീഖ്, എനിക്ക് തോന്നുന്നു റഫീഖ് എന്നാണ്, റഫീഖും നിലവിൽ ചർച്ചയിൽ വരുന്ന CPM പ്രതിനിധികളും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ റഫീഖും നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ബലദേവും എത്രയോ കൃത്യമായാണ് ബലദേവ് സച്ചിദാനന്ദൻ BJP സംസ്ഥാന അധ്യക്ഷനും IC ബാലകൃഷ്ണനെതിരെ നടപടി വേണം, MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, രാജിവെപ്പിക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ, BJP സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, അതായത് ഒരു സീനിയർ അഭിഭാഷകൻ. BJP വസന്ത ഒരു സെക്കൻഡ്, വസന്ത അനുവദിച്ചാൽ ഒരു സെക്കൻഡ്, വസന്ത അനുവദിച്ചാൽ ഞാൻ ഒരു സെക്കൻഡ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. നാളെ IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നും IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്, രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റി നാളെ പ്രക്ഷോഭം തുടങ്ങുന്നുണ്ട്. വസന്ത് വീണ്ടും ഈ മരണപ്പെട്ടയാളിനെ ആക്ഷേപിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലുമില്ല സോമേട്ട, നിങ്ങൾ നാളെ ജില്ലാ കമ്മിറ്റി മാത്രമല്ല നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി സമരം ചെയ്യണം. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യണം. BJP എത്രയോ കാലങ്ങളായി സമരം ചെയ്തിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ പോലും സമരം ചെയ്യുന്നില്ല. ഞങ്ങൾക്കെതിരെങ്കിലും സമരം ചെയ്യൂ, ഊർജ്ജസ്വലരാകൂ, നല്ല കാര്യം. പക്ഷെ ഞാൻ പറയാൻ വന്നത്, നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ നീലിമ അടക്കം, അതിനു മുമ്പ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദന്റെ അടക്കമുള്ളവർ, അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം എത്രയോ സവിസ്തരമാണ് ഇതാ IC ബാലകൃഷ്ണന്റെ എതിരെ ഇങ്ങനെ കുറെ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നു. എങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നേ. CPM സ്വന്തമായി കോടതിയും പാർട്ടിയും ഒക്കെയുള്ള പാർട്ടിയല്ലേ? അല്ല, കോടതിയും പോലീസും അന്വേഷണ കമ്മീഷനും മറ്റേ അളക്കുന്ന മിഷനും ഒക്കെ ഉള്ള പാർട്ടിയല്ലേ? നിങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾക്ക് കോടതിയില്ല, ഞങ്ങൾക്ക് പോലീസില്ല. അതുകൊണ്ടാണ് ഈ ആരോപണം വന്നപ്പോൾ തന്നെ IC ബാലകൃഷ്ണൻ പോലീസിനെ സമീപിച്ചത്. കോൺഗ്രസ് പാർട്ടി IC ബാലകൃഷ്ണൻ സമീപിച്ച കോൺഗ്രസ് പാർട്ടി സമീപിച്ചതിന് തുല്യമാണ്. വസന്ത് പറയുന്നത് കേട്ടാൽ ഇന്നലെയാണ് ഇത്തരത്തിൽ IC ബാലകൃഷ്ണനെതിരെ ഒരു ആരോപണം ഉണ്ടായതെന്ന് തോന്നുമല്ലോ. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ആരാണ് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ 20 ലക്ഷവും 10 ലക്ഷം രൂപയും ഒക്കെ വെറുതെ ഒരു മക്കളുടെ നിയമനത്തിനൊക്കെ എടുത്തു കൊടുക്കുന്ന മാതാപിതാക്കൾ ആരെയാണ് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക ഈ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്? പാർട്ടിയെ സമീപിക്കുക, ഒരിക്കലുമല്ല പാർട്ടിയെ സമീപിക്കുക. നീലിമ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മതി. നോക്കൂ, നേരത്തെ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനും പ്രമോദ് വക്കീലും ഒക്കെ പറഞ്ഞല്ലോ, എന്താണ് അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം ഇതൊരു സാമ്പത്തിക ഇടപാടാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആരോപിക്കുന്ന പ്രകാരം 1,18,00,000 രൂപയുടെ വ്യത്യസ്ത ആൾക്കാരിൽ നിന്ന് വന്ന സാമ്പത്തിക ഇടപാടാണ്. സ്വാഭാവികമായും IC ബാലകൃഷ്ണന്റെ CDR പരിശോധിക്കണം. അദ്ദേഹം ഒരു MLA അല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ? സ്വാഭാവികമായും അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങൾ കണ്ടെത്താൻ പറ്റും, മിനിറ്റ്സ് ബുക്കുകൾ പരിശോധിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിലേക്ക് പണം എത്തിയിട്ടുണ്ടെങ്കിൽ, 1 രൂപ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു നെല്ലിന്റെ പൈസ എത്തിയിട്ടുണ്ടെങ്കിൽ, അറപ്പറ നെല്ലിന്റെ പൈസ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ പോലീസിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അതിന് മൊസാദും വേണ്ട, റോയും വേണ്ട, വേറെ ഒരു ഏജൻസിയുടെ ആവശ്യമില്ല. അതിനുള്ള ആർജവം പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പിലും ഇത് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞത്. KK എബ്രഹാമിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. 4.5 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. 4.5 കോടി രൂപയുടെ തട്ടിപ്പ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്ര കോടിക്കണക്കിന് രൂപ കണ്ടുകെട്ടിയ സാഹചര്യം പോലും ഉണ്ടായില്ലേ? അവിടെയും IC ബാലകൃഷ്ണന്റെ പേര് ഉയർന്നിരുന്നു. ഒരുപക്ഷെ വയനാട്ടിലെ DCCയിലെ തർക്കത്തെ തുടർന്നായിരിക്കാം അദ്ദേഹത്തിന്റെ പേരൊക്കെ ഉയർന്നു വന്നത്. നീലിമ, ഞാൻ നീലിമയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നിലവിൽ ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്? IC ബാലകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് CPM ആണ്. BJP ഉണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞപ്പോൾ BJP ഉണ്ട്. CPM ആണ്, പ്രതിപക്ഷ സംഘടനകളാണ്. പണം നഷ്ടപ്പെട്ട ഒരാളില്ല, വിജയേട്ടന്റെ കുടുംബത്തിന് പരാതിയില്ല. നിങ്ങൾ പറയുന്ന എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആ എഗ്രിമെന്റിലെ കൺസേൺഡ് പാർട്ടീസ് ഇല്ല. കൺസേൺഡ് പാർട്ടീസ് പരാതിയുമായി വന്നിട്ടില്ല. പിന്നെ ആരാണ് പരാതി? പാർട്ടി എന്ന് പറയുന്ന റിട്ടയർഡ് അധ്യാപകൻ പീറ്റർ, ആ പീറ്ററിനെ മാധ്യമങ്ങൾ പോയി കണ്ടു. അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറായില്ല. ഇത്തരത്തിൽ ഉടമ്പടി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല.
ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നീലിമ അദ്ദേഹം മൊഴി തരണ്ടെന്നേ. ഇവരുടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തല്ലോ, അതിന്റെ പിന്നിൽ സാമ്പത്തിക ഇടപാടാണോ എന്നത് അന്വേഷിക്കണം. അപ്പോൾ സ്വാഭാവികമായി ഈ നിൽക്കുന്ന എഗ്രിമെന്റ് അന്വേഷണ പരിധിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോ പീറ്ററിനെ പോലീസിന് പോയി കാണാം. നിങ്ങൾ ബൈക്കുമായി പോയപ്പോഴേ പ്രശ്നം, പോലീസിന് പോയി കാണാം. പോലീസ് പോയി കണ്ടു കഴിയുമ്പോൾ പീറ്റർ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടോ എന്ന് പറയേണ്ടതായി വരും. അന്വേഷണ പരിധിയിലേക്ക് വരട്ടെ. അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പീറ്റർ ആ പണം വിജയേട്ടന് കൈമാറിയോ എന്നത് അന്വേഷിക്കേണ്ടതായി വരും. അങ്ങനെ കൈമാറിയെങ്കിൽ വിജയേട്ടൻ ആ പണം IC ബാലകൃഷ്ണന് കൊടുത്തോ എന്ന് അന്വേഷിക്കണം. അന്വേഷിക്കട്ടെ. ഇത് പണ്ടത്തെ പോലെ ഇപ്പോൾ വസന്ത് പറഞ്ഞു വരുന്നത് ആ പണം മുഴുവൻ വിജയന്റെ പോക്കറ്റിലായി എന്നാണോ? അല്ല, ഞാൻ ഇപ്പോഴും ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് ഇതാ ഇപ്പോ വരെ വിജയേട്ടൻ എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുന്നത് അദ്ദേഹത്തെ അടുത്ത് അറിയാവുന്ന ഒരാൾ കൂടി ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, വിജയേട്ടൻ ആ പണം കൈപ്പറ്റിയതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ വിജയേട്ടന്റെ മരണമുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ സ്വന്തം KPCC ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കും വളരെ വൈകാതെ തന്നെ ഈ വിഷയത്തിലും. വിജയേട്ടൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളല്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് എന്നാണ് പ്രാഥമികമായി ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഇനി വിജയേട്ടൻ അങ്ങനെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു, അതാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. നീലിമ, വസന്ത അങ്ങനെ പറയും പോലെ തോന്നി, അതുകൊണ്ടാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണോ വിജയേട്ടൻ മരിക്കാനിടയായത്? വിജയേട്ടന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ ചുറ്റും രാഷ്ട്രീയ ലാക്കോടുകൂടി ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ശവന്തീനി കഴുകന്മാർ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കും അറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണം രാഷ്ട്രീയ ലാഭമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ്? ഏറ്റവും ആദ്യം ആരോപണമായി വന്നത് CPM ആണ്. ഏറ്റവും ആദ്യം വന്നത് ആ CPM വിജയേട്ടൻ അടക്കമുള്ളവർ പരാതി കൊടുത്തതിന്റെ പേരിൽ പുറത്താക്കിയവരെ താലോലിച്ച് ആനയിച്ചവരാണ് ഇപ്പോഴും അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ മറുപടി പറയും. എന്തിനാണ് ഇത്തരത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് കോൺഗ്രസ് കണ്ടെത്തിയ ആളുകളെ നിങ്ങൾ എന്തുകൊണ്ട് കൂടെ കൊണ്ടു നടന്നു? അതിൽ ഒരാളെ IC ബാലകൃഷ്ണനെതിരെ മത്സരിപ്പിക്കുകയും ചെയ്തു. അതെന്തിനായിരുന്നു ബലദേവ് സച്ചിദാനന്ദ്? ഞാൻ അതിലേക്ക് വരാം. BJP നേതാവ് പറഞ്ഞ ഒന്നുണ്ട് കാര്യങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. തിരുവനന്തപുരത്ത് സജിത എന്നൊരു പെൺകുട്ടി ഒരു കേസ് ഫയൽ ചെയ്തു. തിരുവിതാംകൂർ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ തകരപ്പറമ്പ് ബ്രാഞ്ചിലേക്കാണ് കേസ് ഫയൽ ചെയ്തത്. ആ കേസിലെ 1-ാം പ്രതി BJPയുടെ സംസ്ഥാന വക്താവ് MS കുമാറാണ്. കാര്യം അദ്ദേഹമാണ് അതിന്റെ പ്രസിഡന്റ്. ഈ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാഞ്ഞതിനെതിരെയാണ് ഒന്നല്ല അവിടെ നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. കാസർഗോഡ് മുഗു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതിന്റെ പ്രസിഡന്റ് വെങ്കട്ടരാമണ്ണ ഭട്ടാണ്. അത് BJP ലീഡറാണ്. അവിടെ 30 കോടി രൂപയുടെ അഴിമതിയാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കേരളത്തിൽ BJP ഭരിക്കുന്ന സൊസൈറ്റികൾ വളരെ കുറവാണ്, 7 കണ്ടേ ഉള്ളൂ. അതിനകത്തും പലതിനകത്തും ഇങ്ങനെയുള്ള അഴിമതികളുള്ള 7 രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. BJP ഭരിക്കുന്ന അഴിമതിയുണ്ട്, അതുകൊണ്ട് ഇടതുപക്ഷത്തിനാകാം എന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന അഴിമതിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാം, ന്യായീകരിക്കുന്നില്ല. തെറ്റാണ്. കാരണം സഹകരണ മേഖലയിൽ അഴിമതി ഉണ്ടാകാൻ പാടില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞാണ്, ഏറ്റവും സാധുക്കളായ മനുഷ്യരാണ് സഹകരണ മേഖലയെ സമീപിക്കുന്നത്. അവർ കൊണ്ട് ചെറിയ ചെറിയ ഡെപ്പോസിറ്റ് ഇടുന്നത് ഭാവിയിലുള്ള പല മോഹങ്ങളുമായിട്ടാണ്. അത് സംഭവിക്കാതെ വന്നാൽ ഇവിടെ നടന്നതുപോലെ ഇനിയും ആത്മഹത്യകൾ ഉണ്ടാകാം. അതുണ്ടാകരുത്. അതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവര് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് വേണം. പിന്നെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്, സ്ഥാനാർത്ഥികളെ പലപ്പോഴും കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെയും CPM നിന്ന് അങ്ങോട്ട് പോകുന്നവരെയൊക്കെ പലയിടത്തും പല രീതിയിൽ മത്സരിപ്പിക്കാറുണ്ട്. ആ സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ഓരോ സ്ഥലത്തിന്റെ സാഹചര്യവും പരിതസ്ഥിതിയും ആ വ്യക്തികൾക്കുള്ള ബന്ധമൊക്കെ നോക്കിയാണ്. അല്ല, സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിലാണ് പുറത്താക്കിയത് എന്ന് പറയുന്നുണ്ട്. അവരെ നിങ്ങൾ എന്നതാണ് ചോദ്യം. തിരിച്ച് എത്രയോ പേരെ ഇടതുപക്ഷക്കാർ തിരിച്ചു ചെല്ലുന്ന ഒരു കോൺഗ്രസിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും പോയിട്ടുണ്ടല്ലോ ഇടതുപക്ഷക്കാർ, പലരും കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ 1 മാസമായിട്ട് കുറെ അധികം ഇടതുപക്ഷക്കാർ പാലക്കാടും ഒക്കെ ആയിട്ട് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് അഴിമതിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ആരും ഒന്നും ഈ കാര്യത്തിൽ അങ്ങനെയല്ല. വിശ്വനാഥന് ഒരു 10 സെക്കൻഡ് തരുമോ? അതായത് ഈ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന് മുമ്പിൽ DYFI സമരം ആരംഭിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അന്വേഷണ കമ്മീഷൻ വരുന്നതിന് മുമ്പ് DYFIയും CPM-ഉം അഴിമതി ആരോപണവും ക്രമക്കേടും ആരോപിച്ചുകൊണ്ട്, നിയമന തട്ടിപ്പല്ല ക്രമക്കേടും ആരോപിച്ചുകൊണ്ട് സമരം ആരംഭിക്കുന്നു. അന്ന് ഡോക്ടർ സണ്ണിയാണ് ബാങ്കിന്റെ ചെയർമാൻ. ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അവിടെ വൈസ് ചെയർമാനായി ഉണ്ടായിരുന്നത്.
ഡിവൈഎഫ്ഐയുടെ സമരം പ്രഖ്യാപിക്കപ്പെടുന്നു. ഡിവൈഎഫ്ഐ സമരത്തിന്റെ ഇടയിലാണ് അന്വേഷണ കമ്മീഷൻ എത്തുന്നത്. അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് കണ്ടെത്തി ഞങ്ങൾ ഇവരെ പുറത്താക്കുന്നു. പുറത്താക്കിയതിന്റെ അടുത്ത ആഴ്ച 2ാമത്തെ ദിവസം ഈ വിശ്വനാഥനെ നിങ്ങൾ ചുമപ്പൻ ഷാലിട്ട് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച ശേഷം നിങ്ങൾ നടന്നു വരുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ സമരപന്തൽ അവിടെ നിന്ന് അപ്പാടിയെടുത്ത് നിങ്ങളുടെ ജില്ലാ CPM DC ഓഫീസിലേക്ക് കൊണ്ടുപോയി. നിങ്ങളെ കാണാനില്ലായിരുന്നു ബാങ്കിന് മുമ്പിൽ. എവിടെ പോയി ഡിവൈഎഫ്ഐ? എവിടെ പോയി CPM? നിങ്ങൾക്ക് സമരമില്ലാതായി. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി വിട്ട് ആൾക്കാർ പോകുന്ന പരിസ്ഥിതിയല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾ ആർക്കെതിരെ സമരം ചെയ്തോ അയാൾ ഒരു രാത്രി പുലർന്നെഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ കൂടെ വന്നു. വെറുതെ ഇറങ്ങി വന്നല്ലോ കേട്ടോ, ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഇറങ്ങി വന്നതല്ല. ഞങ്ങൾ പിടിച്ച് പുറത്താക്കിയപ്പോൾ നിങ്ങളെ അഭയമുള്ളൂ എന്ന് കണ്ട് നിങ്ങളുടെ കൂടെ വന്നു. വന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിങ്ങൾ വന്നത് ആരൊക്കെയാണ്? ആ സംഘാടക സമിതി ആരാണ്? ആ സംഘാടക സമിതി തന്നെയാണ് അദ്ദേഹത്തിനെതിരെ സമരം ചെയ്ത സമരസമിതി. അതുകൊണ്ട് അതിനെ നിങ്ങൾ എല്ലായിടത്തും പാർട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നില്ലേ? അതുകൊണ്ട് ഈ കുറ്റകൃത്യം അല്ലാതാകുന്നില്ല വസന്ത്. പാർട്ടി മാറിയത് കൊണ്ടൊന്നും കുറ്റകൃത്യം അങ്ങനെ അല്ലാതാകുന്നില്ല. നിങ്ങളുടെ പുതുപ്പള്ളിയിൽ ഒരു പാവപ്പെട്ട കർഷകൻ രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണെന്ന് താങ്കൾക്കറിയാമോ? KK എബ്രഹാം, KPCC മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന KK എബ്രഹാം, അദ്ദേഹം 70 സെന്റ് വസ്തു പണയം വെച്ച് 70,000 രൂപ ലോൺ എടുക്കുകയാണ്. അത് തിരികെ എല്ലാം അടച്ചു തീർന്ന് അവസാനം ആ ആധാരം എടുക്കാൻ ബാങ്കിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് 34 ലക്ഷം രൂപയുടെ കടക്കാരനാണ്. അതെങ്ങനെ സംഭവിച്ചു? ഈ KK എബ്രഹാം എന്ന് പറയുന്ന ആൾ ഈ ആധാരം പണയം വെച്ചുകൊണ്ട് 35 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് രാജേന്ദ്രൻ നായരെ അദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയത്. ഇങ്ങനെയാണ് നിസ്സഹായ ജന്മങ്ങൾ നിങ്ങളുടെ കൈകളിൽ അകപ്പെട്ട് ജീവൻ ത്യജിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. 1,18 ലക്ഷം രൂപയുടെ ബാധ്യത താങ്ങാനാവാതെയാണ് ഇപ്പോൾ DCC ട്രഷററും മകനും ജീവൻ ഒടുക്കിയത്. ഈ കാര്യങ്ങൾ ആദ്യം അംഗീകരിക്കൂ ശ്രീ വസന്ത്. അഡ്വക്കേറ്റ് പ്രമോദിലേക്കാണ്. പ്രമോദ്, ഈ തട്ടിപ്പിന്റെ ഈ അർബൻ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ഒരു തട്ടിപ്പിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ചില ആളുകൾ ഈ നേതൃത്വത്തിന് നൽകിയ തുക എത്രത്തോളമാണ് എന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു പോകാം. ഒന്ന്, സിജോ ചാക്കോ എന്ന് പറയുന്ന മേപ്പാടിയിലുള്ള ആൾ 10 ലക്ഷം രൂപ നൽകുന്ന സാഹചര്യമുണ്ടായി. ഐബിൻ എന്ന് പറയുന്ന ആൾ 20 ലക്ഷം, വിഷ്ണു 20 ലക്ഷം, ജിതിൻ 20 ലക്ഷം, ഒരു MR എടക്കൽ എന്ന് പറയുന്ന ആൾ 20 ലക്ഷം, നിത്യ 8 ലക്ഷം, വിഷ്ണു KR കേണിച്ചിറ 20 ലക്ഷം, ടോട്ടൽ 1,18 ലക്ഷം രൂപ ഈ അർബൻ സഹകരണ ബാങ്കിലെ നിയമനത്തിനായി നൽകുകയാണ്. ഈ പണം എങ്ങനെ ഈ ട്രഷറർക്ക് തിരിച്ചു നൽകാൻ കഴിയും? IC ബാലകൃഷ്ണനെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഹ്യൂജ് എമൗണ്ട് കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വിവരത്തിന്റെ സോഴ്സ് കൂടി അങ്ങൊന്ന് പറയുമോ? ഈ വിവരത്തിന്റെ സോഴ്സ് എന്താണ്? ഈ വിവരം അല്ല, അത് സുൽത്താൻ ബത്തേരിയിൽ അന്വേഷിച്ചാൽ മതി വസന്ത് സിറേക്ക്. ഐസക് താമരചാലിനെ വിളിച്ചൊന്ന് അന്വേഷിക്കൂ. നിങ്ങളുടെ സ്വന്തം ആളാണ്. 17 ലക്ഷം രൂപ IC ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് വിജയന് കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കൂ. അദ്ദേഹത്തോട് ഒരു പരാതി കൊടുക്കാൻ പറയും. ഞങ്ങളല്ലല്ലോ പരാതി കൊടുക്കാൻ പറയേണ്ടത്. ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയല്ലേ നിങ്ങൾ? നിങ്ങളുടെ പാർട്ടിയല്ലേ ഇതിൽ കരുതലിലായിരിക്കുന്നത്? നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ? KPCC ഉത്തരവാദിത്തമില്ലേ? പ്രമോദിലേക്ക് പോകട്ടെ. അഡ്വക്കേറ്റ് പ്രമോദ്, ഞാൻ ബസന്ത് വക്കീലെ ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീലിമ മേഡം ചോദിച്ചെനിക്ക് വരാം. ബസന്ത് വക്കീല് പറഞ്ഞു, ഒരു ഡോക്ടർ സണ്ണി അദ്ദേഹം വൈസ് ചെയർമാൻ അദ്ദേഹത്തെ പുറത്താക്കി. KPCC തീരുമാനം, DCC തീരുമാനം എടുത്ത് അദ്ദേഹത്തിന്റെ അഴിമതിക്ക് കാര്യങ്ങൾ ഇതിനു മുമ്പ് അറിഞ്ഞപ്പോ തന്നെ അദ്ദേഹത്തെ പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരെ ഒരു പോലീസ് കേസ് കൊടുത്തില്ല? ഒന്ന് പറയണം. 2, ഇപ്പൊ പറയുന്നു നീലിമ മേഡം പറഞ്ഞ പോലെ 8-9 പേരുണ്ട്. പേരുകൾ പറഞ്ഞു, കൃത്യമായിട്ട് അവരുടെ എമൗണ്ടുകൾ പറയുന്നു. ഇത് ഒരു സാമാന്യ ഇതിലെ അന്വേഷണം നടത്താൻ നിങ്ങൾ മുൻകൈ എടുക്കണ്ടേ? കാരണം ഏറ്റവും കൂടുതൽ നിങ്ങളാണ് ഈ പറയുന്ന LDFന്റെ സഹകരണ ബാങ്കിലെ തട്ടിപ്പുകൾക്കെതിരെ പറയുന്നതെന്ന് പറയുന്നു. അങ്ങനെയുള്ളവർ
ഈ പറയുന്ന ആളുകളെ സമീപിച്ച് ഇവരുടെ അടുത്ത് നിങ്ങള് ഇപ്പോ പോലീസ് വേണ്ട, പട്ടാളം വേണ്ട, കോടതിയും വേണ്ട LDF പോലെ, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മിറ്റിക്ക് ഇത് എന്തുകൊണ്ട് വൈകുന്നു, ഇത്രയും വന്നു, അതൊന്ന് അന്വേഷിച്ച് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ഇപ്പോഴും വയനാട് DCCക്ക് ഒരു തോന്നൽ വരാത്തത്? നിങ്ങൾ ഓരോ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ ഒരാൾ മാറിപ്പോയി, അയാളെ പിറ്റേ ദിവസം തന്നെ അപ്പുറത്തെടുത്തു. ഈ മാറിപ്പോയ ആള് കള്ളത്തരം കാണിച്ച് കണ്ടുപിടിച്ചിട്ടല്ലേ നിങ്ങൾ പുറത്താക്കിയത്. എന്തുകൊണ്ട് അയാൾക്കെതിരെ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല? ഇതില് കുറെ കഴിയുമ്പോ അഡ്ജസ്റ്റ്മെന്റ് ആവും. അത് നീലിമ മേഡം ഒന്ന് മനസ്സിലാക്കിക്കോളൂ, എല്ലാ മീഡിയക്കാരും മനസ്സിലാക്കണ്ട. കാരണം ഒരു ലിമിറ്റ് വിട്ട് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പിന്നെ അവർ കട്ടതൊന്നും ഒരു വിഷയമല്ല. കട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ പൈസയാണ്. ഈ പറയുന്ന പിന്നീട് വന്ന് ആ പോസ്റ്റുകൾ അലങ്കരിക്കുന്ന ഒരു നേതാവിന്റെ പൈസയല്ല, പാവപ്പെട്ട ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇത് അയാളെ പുറത്താക്കി, അയാളപ്പോ വേറെ പാർട്ടിയെ പോയി, അയാൾ അവിടുന്ന് മത്സരിക്കുന്നു. അതിപ്പോ പറഞ്ഞ പോലെ ഇപ്പോ ഇവിടുന്ന് പുറത്താവുമ്പോൾ നാച്ചുറലി അപ്പുറത്ത് പോകും. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണവര്. അത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ സാധാരണക്കാരന്റെ പണം തട്ടിട്ട് പുറത്താക്കിയവര്, അവർക്കെതിരെ പോലീസ് നടപടി വേണ്ടേ? എന്ത് നടന്നു? നിങ്ങൾ പറയുന്നു 2020 21 ആണ് ഇത് ഉണ്ടായെന്ന് പറയുന്നു. എങ്കിൽ ഈ പറയുന്ന ഡോക്ടർ സണ്ണിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു നിങ്ങൾ പറയണം. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ വക്കീലിനോട് ചോദിക്കുന്നത്, വക്കീലെ എന്ത് നടപടി സ്വീകരിച്ചു? എനി ക്രൈം രജിസ്റ്റർ, അതിന്റെ അന്വേഷണം എവിടെ എത്തി? നിങ്ങൾ പറയും. അല്ല, അതല്ലേ പറയേണ്ടത്. അല്ലാതെ എന്ത് ചോദിച്ചാലും പലപ്പോഴും അവിടെ ഇവിടെയും തൊടാതെ പോകരുത്. ഞങ്ങൾ പുറത്താക്കിയ ആള് ഇന്ന കാരണം കൊണ്ട് അയാളെ പുറത്താക്കി, അതിലത്തെ അഴിമതി ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്, ഇതാണ് ആ ക്രൈം നമ്പർ. എന്താ പറയാത്തത്? അത് പറയാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? സാധാരണക്കാരന് പണമാണ്, അല്ലാതെ നമ്മുടെ ഒന്നും എന്താ പറയാ. വസന്ത്, അത്തരത്തിലൊരു നിയമ നടപടി ഉണ്ടായോ? എന്തായാലും തട്ടിപ്പ് കണ്ടെത്തി പുറത്താക്കിയതല്ലേ? തട്ടിപ്പ് കണ്ടെത്തി പുറത്താക്കിയതല്ലേ വസന്തേ? നീലിമ ഒരു 5 സെക്കൻഡ് വസന്തിലേക്ക് പോകുമ്പോ വസന്തിന് ഒരു കാര്യം കൂടി ചേർത്ത് മറുപടി പറയാന് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ വയനാട്ടിലെ ആത്മഹത്യ ഇപ്പൊ ചർച്ച ചെയ്യുമ്പോ വസന്തേ, അവിടെ ഒരു PV ജോൺ നിങ്ങളുടെ കോൺഗ്രസിന്റെ പുതിയ ഓഫീസിൽ എന്തിനാണ് വസന്തേ ആത്മഹത്യ ചെയ്തത്? അങ്ങ് അത് ഈ ചർച്ചയിൽ പരാമർശിക്കാതെ പോവുകയാണ്. അവിടെ ആത്മഹത്യ നിങ്ങളുടെ നേതാവ് ശ്രീ PV ജോൺ കോൺഗ്രസിന്റെ നേതാവാണ്. നിങ്ങളുടെ കോൺഗ്രസിന്റെ പുതിയ ഓഫീസിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അങ്കമാലിയിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഈ അടുത്ത കാലത്ത് എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഈ ആത്മഹത്യയുടെ എല്ലാം പിന്നിൽ വസന്തേ വലിയ അഴിമതി ഉണ്ട് എന്നുള്ളത് അങ്ങ് മൂടി വെക്കാൻ എത്ര ശ്രമിച്ചാലും വസ്തുതകൾ പുറത്തു വരികയാണ് എന്ന് ഞാനൊന്ന് കൂട്ടിച്ചേർത്തു എന്നുള്ളത്. ഓക്കെ, ആദ്യം പ്രമോദ് വക്കീലിന്റെ ചോദ്യത്തിന് മറുപടി നൽകാം. ഞങ്ങൾ അന്വേഷണ കമ്മീഷൻ ഈ പറഞ്ഞ ആ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ അന്നത്തെ ചെയർമാനെ അടക്കം പുറത്താക്കുകയും അന്ന് യൂത്ത് കോൺഗ്രസ് സ്ഥലം SP-ക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നിലവിൽ ഞങ്ങളുടെ കയ്യിൽ പോലീസില്ല, കോടതിയില്ല, ഹൈക്കോടതിയില്ല, സുപ്രീം കോടതിയില്ല. അതുകൊണ്ട് അന്വേഷണം നടത്തിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ഏറ്റെടുത്തങ്ങ് അന്വേഷിക്കണം. പോലീസിന്റെ കൈ എന്ന് അതിനുശേഷം നിയമസഭയിൽ ഇദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ശ്രീ IC ബാലകൃഷ്ണൻ തന്നെ അന്ന് പ്രസ് മീറ്റ് വിളിച്ച് ഇദ്ദേഹം അഴിമതി ആരോപണത്തിന് വിധേയനായി പാർട്ടി പുറത്താക്കിയ ആളാണ്, അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാവണം, പോലീസും സർക്കാരും അതിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൽ ഇടപെടാത്ത പിണറായി വിജയന്റെ പോലീസിനെ നാളെ പോയി കൈപിടിച്ച് വരൂ ഇവിടെ വന്ന് അന്വേഷിക്കണം എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പ്രമോദ്, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു ചോദ്യം കൂടി ഞാനൊന്ന് കെ സോമനിലേക്ക് പൊക്കോട്ടെ. ഒരു സെക്കൻഡ് സമയം പോകുന്നു, അതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞു ഇതിൽ പരാതി കൊടുത്തു, SP-ക്ക് പരാതി കൊടുത്തു, പത്രസമ്മേളനം വിളിച്ചു എന്ന്. നിങ്ങളൊരു വക്കീലല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ പരാതി കൊടുത്തു, ക്രൈം ഇട്ടില്ല, എന്താ ചെയ്യേണ്ടത്? അടുത്ത് കോടതി മുഖേന ക്രൈം ഇടിയിക്കണായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? സിറേക്കിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ പ്രമോദ് വക്കീലെ? അതല്ല, ഇത് കാണുന്ന ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരുത്താണ്. ഇത് LDF-ന്റെ പോലീസിന്റെ
ഓക്കെ നമ്മൾ ഓക്കെ വസന്തേ, ഈ ചർച്ച നമുക്കൊന്ന് ക്രോഡീകരിക്കേണ്ടതുണ്ട്. കെ സോമൻ, ഇവിടെ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് IC ബാലകൃഷ്ണനാണ്. ആ IC ബാലകൃഷ്ണനെ രക്ഷിക്കാൻ VD സതീശനും കെ സുധാകരനുമെല്ലാം വൻതോതിൽ ശ്രമിക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവുകളാണ് ഈ മൗനം എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാകുന്നില്ല. ഈ IC ബാലകൃഷ്ണനെ രക്ഷിക്കാനുള്ള ഈ ശ്രമം ഇത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും? നീലിമ, ഈ വിഷയത്തിൽ ബസന്തിന്റെ ധൈര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഒന്ന് അവരുടെ ജില്ലാ ട്രഷററായിട്ടുള്ള ശ്രീ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മഹത്യയാണ് ഒരു ധൈര്യം. രണ്ട്, ബസന്ത് പറയാണ് ഞങ്ങളുടെ കയ്യിൽ കോടതിയില്ല, ഞങ്ങളുടെ കയ്യിൽ പോലീസില്ല എന്ന് പറയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്നേ. ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ നാട് ഭരിക്കുമ്പോ നിങ്ങളുടെ നേതാവായിട്ടുള്ള IC ബാലകൃഷ്ണൻ സംരക്ഷിക്കപ്പെടും എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ നിങ്ങളെ നയിക്കുന്നത്. പക്ഷേ ബസന്തേ, വലിയ ജനകീയ പ്രക്ഷോഭം, വലിയ പ്രതിഷേധം അവിടുത്തെ സഹകാരികളെ സംഘടിപ്പിച്ചുകൊണ്ട്, ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് BJP വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും. കള്ളി വെളിച്ചത്താവുന്ന നാളുകൾ വരുന്ന ദിവസങ്ങളിൽ വരും. പണം കിട്ടാത്തവരെ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സെറ്റിൽമെന്റ് രാഷ്ട്രീയം അവസാനിക്കാൻ പോവുകയാണ്. വലിയ പ്രക്ഷോഭം ഉണ്ടാകും. ഈ കബളിപ്പിക്കപ്പെട്ടവർ BJP നേതൃത്വത്തെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സഹകരണ കൊലയ്ക്ക് പിന്നിൽ ആര് എന്നത് കണ്ടെത്തേണ്ട കാര്യമാണ്. ജില്ലാ ട്രഷറുടെയും മകന്റെയും ആത്മഹത്യക്ക് പിന്നിൽ എന്താണ്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നതാണ് ജന ഡിബേറ്റ് 1.5 മണിക്കൂർ ചർച്ച ചെയ്തത്. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്തേ.